ഒരു നാൾ പെട്ടെന്ന് ഭക്ഷണം ഇല്ലാതെയായ, വെള്ളമില്ലാതെയായ, ഗ്യാസ് ഇല്ലാതെ, മരുന്ന്, പല പല കാര്യം ഇതൊക്കെ ഇല്ലാതെയായ നമ്മൾ നല്ലൊരു വീടും. ഇന്നത് ചെയ്താലേ അരി തരൂ. ഇപ്പൊ കയ്യിലെ മുദ്ര കൊടുക്കാവുന്ന റേഷൻ കിടന്ന് അരി തരും. ദൈവം പഠിപ്പിച്ചു തരും എങ്കിലെന്ന് എന്നെ മോള് മനസ്സിലാക്കും, മോൻ മനസ്സിലാക്കി. അപ്പൊ അരി കിട്ടാൻ വേണ്ടി പോയി മുദ്ര കൊടുത്തില്ലേ? ഇല്ലെന്ന് എന്നോട് പറയരുത്. കൊടുത്തില്ലേ? അങ്ങനെയെങ്കിൽ നാളെയും അരി കിട്ടാൻ വേണ്ടി ഇതൊക്കെ തന്നെ ചെയ്യും. ദൈവം പറയുന്നു അങ്ങനെ ചെയ്താൽ നിത്യമായി തീ പ്രകടിക്കും. ഇത് ബൈബിളിൽ സത്യമാണ്. പിതാവായ ദൈവം തന്റെ ദാസന്മാരെ അറിയിക്കുകയാണ്. പക്ഷെ ഇന്നത്തെ ദാസന്മാരെ അറിയിക്കുന്നത് വിരളമാണെന്ന് ഈ പറഞ്ഞതിന്റെ അർത്ഥം. കാരണം അവര് ദൈവത്തിന്റെ വായല്ല, അത് സംഘടനയുടെ വായ. യേശുവെ പോലെ ദൈവത്തിന്റെ വായ. അപ്പൊ ഇത് മനസ്സിലാക്കി കഴിഞ്ഞപ്പോ ഇതിലൂടെ കടന്നു പോകണം എന്ന് മനസ്സിലായി കഴിഞ്ഞു. ദൈവം എന്റെ പെട്ടെന്ന് എന്റെ ഹൃദയത്തിൽ തന്ന് ജ്ഞാനിയായ ജോസഫിനെ കുറിച്ച് ഇവിടെ ജ്ഞാനം കൊണ്ടാണ്. അപ്പൊ ഒരു നാൾ പെട്ടെന്ന് ഭക്ഷണം ഇല്ലാതെയായ, വെള്ളമില്ലാതെയായ, ഗ്യാസ് ഇല്ലാതെ, മരുന്ന്, പല പല കാര്യം ഇതൊക്കെ ഇല്ലാതെയായ നമ്മൾ നല്ലൊരു വീടും. ഇന്നത് ചെയ്താലേ അരി തരൂ. ഇപ്പൊ കയ്യിലെ മുദ്ര കൊടുക്കാവുന്ന റേഷൻ കിടന്ന് അരി തരും. ദൈവം പഠിപ്പിച്ചു തരും എങ്കിലെന്ന് എന്നെ മോള് മനസ്സിലാക്കും, മോൻ മനസ്സിലാക്കി. അപ്പൊ അരി കിട്ടാൻ വേണ്ടി പോയി മുദ്ര കൊടുത്തില്ലേ? ഇല്ലെന്ന് എന്നോട് പറയരുത്. കൊടുത്തില്ലേ? അങ്ങനെയെങ്കിൽ നാളെയും അരി കിട്ടാൻ വേണ്ടി ഇതൊക്കെ തന്നെ ചെയ്യും. ദൈവം പറയുന്നു അങ്ങനെ ചെയ്താൽ നിത്യമായ തീ പ്രകടിക്കും. എന്റെ പ്രിയ കുഞ്ഞുങ്ങളെ, അപ്പൊ ജ്ഞാനിയായ വിവേകമുള്ളവൻ അനന്തം കണ്ട് ഒളിച്ചോളൂ. അപ്പോ ജ്ഞാനം കൊണ്ട് ആവശ്യം സ്വർഗത്തിൽ ഞാൻ കാണിച്ചത് ആദ്യമേ തന്നെ ജോസഫ് എന്താ ചെയ്തെന്നറിയോ? ഇതാണ് സംഭരണ നഗരം. എല്ലാം ഓൺലൈനിൽ കൂടെ കയറ്റി. ഇപ്പൊ വിതയ്ക്കാൻ അറിയാവുന്ന വല്ലതുണ്ടോ? പണ്ടത്തെ സിസ്റ്റം നെറ്റിയിലെ എയർപോർട്ട് കഴിക്കാൻ കർത്താവ് തന്നെ ഏർപ്പാടാക്കിയ സിസ്റ്റമാണ്. അനുസരണം കേട്ട മക്കൾക്ക് പിശാചിനനുസരിക്കാൻ പോയിട്ട് കട്ടത്തിലായ. വിതയ്ക്കാൻ അറിയുന്നവരുണ്ടോ? കൊയ്യാൻ അറിയുന്നവരുണ്ടോ? നെറ്റിയിലെ എയർപോർട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്ത്യയിലെ ഫാക്ടറി പോയി പണിയെടുത്തിട്ടാ അല്ലെ? ഫാക്ടറി പോയി പണിയെടുത്തിട്ട് അവിടെ നിന്ന് എന്തെങ്കിലും പൈസ കിട്ടി. പൈസ കൊണ്ട് സൂപ്പർ മാർക്കറ്റ് ചെല്ലുമ്പോ അവര് പറയും ചേച്ചി പൈസ എടുക്കുന്നില്ല കേട്ടാ, എല്ലാം ഓൺലൈനാണ്. ചേച്ചിയുടെ മുദ്ര ഉണ്ടാ? ഇല്ല. എങ്കിലും ജോസഫ് സാറെ വീട്ടില് കുഞ്ഞുങ്ങള് വിശന്നിട്ട് അവർക്ക് അറിയാം. എന്ത് ചെയ്യാനാ ചേച്ചി? നിയമം മാറിയില്ലേ? മുദ്രയുള്ളവരെ വാങ്ങാനും വിൽക്കാനും പറ്റൂ എന്ന് പറയുമ്പോ ചേച്ചി അവിടെ നിന്നുകൊണ്ട് വേർത്തിട്ട് കാര്യമില്ല. അത് പറഞ്ഞ ഇൻട്രൊഡക്ഷൻ കറക്റ്റ് ആണ്. അവര് പറയുന്നു ഇത് അന്ത്യകാലമാണ് അല്ലെ? സത്യം. പിന്നെ അവര് പറയുന്നു അന്ത്യകാലത്ത് വാങ്ങാനും വിൽക്കാനും പറ്റത്തില്ല. സത്യമാണ്. കാരണം വിശുദ്ധ ബൈബിളാണ്. അദ്ദേഹം പറഞ്ഞു അന്ത്യകാലമാണെന്ന് അവര് പറയും. അന്ത്യകാലത്ത് വാങ്ങാനും വിൽക്കാനും പറ്റത്തില്ലെന്ന് അവര് പറയും. അപ്പൊ അദ്ദേഹം ആ പറയുന്നവരെ അവരെന്നാണ് ചേർത്തേക്കുന്നത്. അവരാരോടോ കൂടെയാണ് പറയുന്നത്. കണ്ടോ? ഈ വിശുദ്ധ ബൈബിളിനോട് കൂടെയാണ്. വചനത്തിനല്ല പ്രാധാന്യം. പറയുമ്പോൾ ഞങ്ങൾ വചനത്തിന്റെ ആളുകളാണ്, പക്ഷെ ജീവിതത്തിൽ പാരമ്പര്യത്തിന്റെ ആൾ. എനിക്ക് മുമ്പേ ദേവദാസന്മാർ എന്താണോ പറഞ്ഞു വെച്ചാൽ അതേ ഞാൻ പറയൂ. അങ്ങനെ സംഘടന എന്താ പറഞ്ഞാൽ അതേ ഞാൻ പറയൂ. അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ ഞാൻ നിരാകരിക്കുകയല്ല, തെറ്റായ കാര്യങ്ങളെ നിരാകരിക്കും. അദ്ദേഹം പറഞ്ഞത് പ്രദേശത്തില് തമിഴ്നാട്ടിൽ സ്ഥലമാണ്, വയനാട്ടിൽ സ്ഥലമാണ്, ഇടുക്കിയിൽ സ്ഥലമാണ് എന്നൊക്കെയാണ് അദ്ദേഹം. സ്ഥലം വാങ്ങിക്കുന്നത് തെറ്റാണോ? ഇന്ത്യൻ നിയമപ്രകാരം അല്ലെങ്കിൽ ദൈവത്തിന്റെ നിയമപ്രകാരം നമ്മള് ശ്രദ്ധയോടെ മനസ്സിലാക്കും ഓരോരോ കാര്യം. എന്നിട്ട് അവിടെ കൃഷി ചെയ്യും. ദൈവത്തിന്റെ വചനം പറയുന്നത് കൃഷി താല്പരനായ രാജാവ് എല്ലാവർക്കും ഒരു അനുഗ്രഹം. ദൈവത്തിന്റെ വചനം പറയുന്നത് ജ്ഞാനിയായവന് അപകടം കണ്ട് ഒഴിഞ്ഞുമാണ്. വിഡി ദോഷൻ അതിലേക്ക് ചെന്ന് ചേർന്നു. നിങ്ങൾ വിൽക്കുന്നവരെടുക്ക പോയി പരിശുദ്ധാത്മാവിനെ വാങ്ങാൻ പറഞ്ഞു. അപ്പൊ പരിശുദ്ധാത്മാവിന് വിൽക്കുന്നത് ആരാണ്? എവിടെ തന്നെ കിട്ടുമെന്നൊക്കെയാണ് ആ ചോദ്യത്തിന്റെ. ആക്ച്വലി അത് പഠിപ്പിച്ച് തെറ്റിപ്പോയതാണ്. എണ്ണ എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവെന്ന് പറഞ്ഞാൽ പഠിക്കും. ഇതിലെ പല വചനങ്ങളും നിങ്ങളുടെ ചിന്തകളുമായി പൊരുത്തപ്പെട്ടു പോകുന്നില്ല എന്നിരിക്കാം. പക്ഷേ എപ്പോഴും വിശുദ്ധ ബൈബിളിലെ വചനത്തോട് പൊരുത്തപ്പെട്ട് മാത്രം കാര്യങ്ങൾ സംസാരിക്കണമെന്നാണ് എന്റെ സ്വർഗത്തിലെ ദൈവം എന്നെ പഠിപ്പിച്ചത്. കാരണം വചനമാണ് സത്യം. രണ്ട് തരം നഗരങ്ങളെ കുറിച്ച് നാം മനസ്സിലാക്കി. സങ്കേത നഗരങ്ങൾ, സംഭരണ നഗരങ്ങൾ. സങ്കേത നഗരങ്ങൾ കൊലപാതകങ്ങൾക്ക് ജഡ്ജ്മെന്റ് നടക്കുന്നത് വരെ ഒളിച്ചിരിക്കാൻ ഉള്ളതാണ്. എന്നാൽ സംഭരണ നഗരങ്ങൾ ദൈവം ജോസഫിന് കൊടുത്ത ജ്ഞാനത്തിന്റെ ഫലമാണ്. ഒരു ക്രൈസിസ് വരുമ്പോൾ അവിടെ ദൈവിക ജ്ഞാനം ഉപയോഗിച്ച് രക്ഷപ്പെടാൻ കൊടുത്താണെന്നും
നാം കേട്ടു. അദ്ദേഹം പറഞ്ഞത് അന്ത്യകാലത്തില്ലെന്നാണ് അവർ പറഞ്ഞത്. കഴിഞ്ഞ സന്ദേശം നാം കേട്ടു. അത് ബൈബിളിലെ പിതാവിനോടും പുത്രനോടും കൂടി ചേർന്ന് നിൽക്കുന്ന അവരാണ് അങ്ങനെ പറയുന്നത്. എന്നാൽ പിതാവിനോടും പുത്രനോടും ചേർന്ന് നിൽക്കാത്തവർ അങ്ങനെ പറയും. അവർ എറർ സ്പിരിറ്റിനാൽ പിടിക്കപ്പെട്ടു. ആ ഭാഗം മിണ്ടുകേ, ജനങ്ങളെല്ലാം ചതിക്കപ്പെട്ടു. അപ്പോ ശ്രദ്ധയോടും കൂടി ആയിരിക്കാം ജനങ്ങളെ അറിയിച്ചത് ഞാൻ എന്തായിരിക്കുന്നു എന്നുള്ളതാണ്. ഒരു ഗ്രൂപ്പിലെ ഡിനോമിനേഷനോ ഏകത്വമോ ബഹുത്വമോ ട്രിനിറ്റിയോ സ്നാനമോ ഇതൊന്നുമല്ല എന്റെ വിഷയം. എന്റെ വിഷയം എന്ന് പറയുന്നത് യേശുക്രിസ്തുവിന്റെ വിഷയം. യേശുക്രിസ്തു ഇവിടെ വന്നത് എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്ത് അവന്റെ പ്രവൃത്തി പൂർത്തീകരിക്കുന്നതാണ് എല്ലാം. സ്വർഗസ്ഥ പിതാവിന്റെയും കർത്താവായ യേശുക്രിസ്തുവിന്റെയും നാമത്തിലുള്ള സ്നേഹവന്ദനം. പ്രിയ സഹോദരങ്ങളെ, നിശബ്ദ കാഴ്ചപരിധിയിലായിരിക്കുന്ന ഏവരെയും അറിയുകയാണ് മഹാദൈവത്തിന്റെ വലിയ കൃപയാണ്. ക്രിസ്തുവിൽ ദൈവത്തിന്മാരിൽ ആത്മമണ്ഡലത്തിൽ ആദത്തിൽ ദൈവത്തിന്റെ പാദപീഠമാകുന്ന ഭൂമിയിൽ അല്പകാലത്തെ വിശുദ്ധന്മാരുടെ പരീക്ഷയിലായിരിക്കാൻ സ്വർഗത്തിലെ ദൈവം നമ്മളെ സഹായിക്കുന്നു. അതിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ഞാൻ എന്താണ് എന്നിലൂടെ ദൈവം ചെയ്യുന്നത് എന്നറിയിച്ചുകൊണ്ട് ശുശ്രൂഷയുടെ ആഴങ്ങളിലേക്ക് കിടക്കാൻ ആഗ്രഹിക്കുകയാണ്. ദൈവത്തിന്റെ ഹൃദയത്തിലെ ചിന്തകളുടെ ഭൂമിയിലേക്കുള്ള ദൈവജനത്തിന്റെ അടുക്കിലേക്കുള്ള പ്രകാശനം സ്വർഗത്തിലെ ദൈവം ഈ നാളിൽ തന്നെ ഉപയോഗിക്കുക. അതിന്റെ ലക്ഷ്യം ദൈവജനം ദൈവ ഇഷ്ടം തിരിച്ചറിഞ്ഞ അത് ഈ ഭൂമിയിൽ ചെയ്ത അവരോരോരുത്തരും ക്രിസ്തുവിൽ ദൈവരാജ്യം അവകാശമാക്കുക, പിതാവിന്റെ അടുക്കൽ എത്തിച്ചേരുക എന്നുള്ളതാണ്. അതിലേക്ക് ജനത്തെ എത്തിക്കുവാൻ പ്രയാസമാണെങ്കിലും എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിലും മതിയായതാണ്. ഏതെങ്കിലും ഒരു ഡിനോമിനേഷനിലെ ഒരു ഡോക്ടറിന് സ്ഥാപിച്ചെടുക്കുകയല്ല എന്റെ ലക്ഷ്യം. പകരം ദൈവജനത്തെ ജാതിയിലും മതത്തിലും സംഘടനയിലും ഡിനോമിനേഷനിലും ഒക്കെ കുടുങ്ങിപ്പോയ ദൈവജനത്തെ ജാതിയില്ലാത്ത, മതമില്ലാത്ത, സംഘടനയില്ലാത്ത, ഗ്രൂപ്പില്ലാത്ത അവരുടെ സൃഷ്ടാവായ ദൈവത്തിന്റെ അടുക്കൽ എത്തിക്കുവാൻ സഹായിക്കുക എന്നുള്ളതാണ് എന്റെ ഡ്യൂട്ടി. എന്നാൽ ഈ സന്ദേശം പറയുമ്പോൾ ഓരോ ഡിനോമിനേഷൻ ഉള്ളവരും അത് അവരുടെ ചിന്തകളുമായി പൊരുത്തപ്പെടുന്നില്ലെങ്കിൽ എതിർക്കാൻ വരും. എന്റെ കുഞ്ഞുങ്ങളെ, നിങ്ങളോട് ആരോട് എനിക്ക് പോരാട്ടം. പകരം എനിക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല. നിങ്ങളൊക്കെ എന്റെ സഹോദരങ്ങളാണ്. പക്ഷേ അറിയേണ്ടത് അറിയാത്തത് കൊണ്ട് നിങ്ങൾക്ക് പോരാട്ടമുള്ളത് നിങ്ങളുടെ സഹോദരനായ എന്നോട് ജഡരക്തത്തോട്. എനിക്ക് പോരാട്ടമുള്ളത് അദൃശ്യമായ പൈശാചിക ശക്തികളോടാണ്, പിശാചിനോടും അവന്റെ സേനാവിന്യാസത്തോടുമാണ്.
സ്പിരിറ്റ്സ് വിതൗട്ട് ബോഡീസ്. ശരീരമില്ലാത്ത ആത്മാക്കളോടാണ്, വ്യക്തിത്വങ്ങളോടാണ്, ജഡത്തോടല്ല. യഥാർത്ഥത്തിൽ ഈ ജഡം നമ്മളല്ലതാണ്. ജഡം എന്ന് പറയുന്നത് ഈ കാണുന്നത് പീസ് ഓഫ് എർത്ത്, ഒരു ചെറു കഷ്ണം ഭൂമിയാണ്. ആ ചെറു കഷ്ണം ഭൂമിയോട് യുദ്ധം ചെയ്തിട്ട് എന്തിനാ ഒരു കാര്യം? തൽക്കാലം നമ്മളുടെ അകത്ത് ആ സോൾ ഉള്ളത് കൊണ്ട് ഇതുണ്ട്, ഇത് മൂവ് ചെയ്യുന്നു. സോൾ ഇല്ല എങ്കിൽ ഇതാ അത് വീണ്ടും ഭൂമിയിലേക്ക് മടങ്ങി. അപ്പോൾ ഞാനിവിടെ ആയിരിക്കുന്നത് ദൈവജനത്തിന് ദൈവത്തിന്റെ ഹൃദയത്തിലെ ചിന്തകൾ എന്തെന്ന് അറിയിക്കാൻ വേണ്ടി. പക്ഷെ ദൈവജനം പല മതങ്ങളുടെയും ഡിനോമിനേഷന്റെ ഉള്ളിലെയും അവരുടെ മാനുഷിക ചിന്തകൾക്കും പിശാച് ഇൻട്രൊഡ്യൂസ് ചെയ്ത പല ചിന്തകൾക്കും ഉള്ളിൽ കുടുങ്ങിപ്പോയത് കൊണ്ട് ഒരുപക്ഷെ നിങ്ങൾക്ക് ഇതിലെ പല വചനങ്ങളും നിങ്ങളുടെ ചിന്തകളുമായി പൊരുത്തപ്പെട്ടു പോകുന്നില്ല എന്നിരിക്കാം. പക്ഷേ എപ്പോഴും വിശുദ്ധ ബൈബിളിലെ വചനത്തോട് പൊരുത്തപ്പെട്ട് മാത്രം കാര്യങ്ങൾ സംസാരിക്കണമെന്നാണ് എന്റെ സ്വർഗത്തിലെ ദൈവം എന്നെ പഠിപ്പിച്ചത്. കാരണം വചനമാണ് സത്യം. മാത്രമല്ല, ഞാൻ ബൈബിൾ കോളേജിലൊക്കെ പഠിച്ചപ്പോ എന്നെ പഠിപ്പിച്ച ഗുരുക്കന്മാര് പറഞ്ഞത്, വിശുദ്ധ ബൈബിളിൽ അടിസ്ഥാനമിട്ട് വേണം കാര്യം സംസാരിക്കാൻ. 2 or 3 വചനത്തിന്റെ സാക്ഷ്യമൊഴിയാൽ ഏതൊരു കാര്യവും ഉറപ്പാക്കാം. വചനമില്ലാത്തത് പറയാൻ പോകും. ഇന്ന് എല്ലാ സഭയ്ക്ക് അറിയത്തില്ല, പക്ഷെ വചനത്തിലൂടെ ദൈവം വെളിപ്പെടുത്തി തന്നുകൊണ്ടേ. അപ്പോൾ നാം മനസ്സുബുദ്ധിക്ക് രൂപാന്തരപ്പെടും. എന്റെ ഗുരുക്കന്മാർ എന്നെ പഠിപ്പിച്ചത് അങ്ങനെയാണ്. ബൈബിൾ അതിനോട് ഒക്കുന്നു. ഈ ലോകത്തിന് അനുരൂപമാകാതെ നമ്മളെ സംബന്ധിച്ച് പൂർണ്ണതയുള്ള ഒരു ദൈവചിന്തം അത് തിരിച്ചറിയേണ്ടത്, എങ്കിലും അറിയാൻ പറ്റും. ഈ വചനത്തിലെ സത്യം നാം മനസ്സിലാക്കുമ്പോൾ സത്യം നമ്മളെ സ്വതന്ത്രമാക്കണം. അതായത് മനസ്സുബുദ്ധിക്ക് രൂപാന്തരം പ്രാപിക്കും. ഇതിനാണ് യേശു പറയുന്നത്, എന്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നതിനൊക്കെയും പാറമേൽ അടിസ്ഥാനമിട്ട് വീട് പണിയുന്നതിനോട് തുല്യമാണ്. അപ്പൊ ഈ വചനങ്ങളെ കേട്ട് ചെയ്യണം. ഈ പുസ്തകത്തിലെ വചനങ്ങൾ വായിച്ച അല്ലേ? എന്നാൽ ആത്മാവിൽ ജനിച്ച ഒരു വ്യക്തിക്ക് വചനങ്ങളെ കേട്ട് ചെയ്യണം. അപ്പൊ നിങ്ങൾ ചോദിക്കും, അങ്ങനെയുണ്ടോ? ഉണ്ടല്ലോ. യേശു പറഞ്ഞാൽ കേട്ട് ചെയ്യണം. അത് പുതിയ നിയമത്തിൽ വീണ്ടും ജനിച്ചവർക്കേ കഴിയുള്ളൂ. അല്ലാത്തവർക്ക് ഇത് ബൈബിള് തന്നെ വായിക്കും. അപ്പോഴുള്ള വചനം. ഇതോടെ ദൈവവചനം പറയുന്നത്, ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ബൈബിളിൽ എഴുതിയിരിക്കുന്നത് കണ്ണുള്ളവൻ വായിക്കട്ടെ. ആത്മാവ് സഭകളോട് പറയും, ചെവിയുള്ളവൻ കേൾക്കട്ടെ. രണ്ടും പോകുന്നത് ഒരു ഹൃദയത്തിലേക്കായി. അപ്പോ ശ്രദ്ധയോടുകൂടി ആയിരിക്കാം ഞാൻ നിങ്ങളെ അറിയിച്ചത് ഞാൻ എന്തായിരിക്കുന്നു എന്നുള്ളതാണ്. ഒരു ഗ്രൂപ്പിലെ ഡിനോമിനേഷനോ ഏകത്വമോ ബഹുത്വമോ ട്രിനിറ്റിയോ സ്നാനമോ ഇതൊന്നുമല്ല എന്റെ വിഷയം. എന്റെ വിഷയം എന്ന് പറയുന്നത് യേശുക്രിസ്തുവിന്റെ വിഷയം. യേശുക്രിസ്തു ഇവിടെ വന്നത് ദൈവഇഷ്ടം ചെയ്യാൻ, എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്ത് അവന്റെ പ്രവൃത്തി പൂർത്തീകരിക്കുന്നതാണ് എന്റെ ആഗ്രഹം എന്നാണ് വിശുദ്ധ ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ പിതാവിന്റെ പ്രവൃത്തി പൂർത്തീകരിക്കും. പ്രിയ സഹോദരങ്ങളെ, ആ ക്രിസ്തുവിനെ അയച്ചതുപോലെ തന്നെയാണ് പിതാവ് നമ്മളെയും അയച്ചിരിക്കുന്നത്. ഇതാണ് യേശു പറയുന്നത്, എന്റെ പിതാവ് അയച്ചതുപോലെ ഞാൻ നിങ്ങളെയും അയക്കുന്നു. ഈ സത്യങ്ങളാണ് കഴിഞ്ഞ നാളുകളിൽ നിങ്ങളോട് പറയുവാനായിട്ട് ഇടയായത്. അപ്പോ അതിനെതിരെ പലരും എഴുന്നേറ്റ് വരുന്നു. ഞാൻ അവരോടൊക്കെ ചോദിക്കാറുണ്ട്, നമുക്ക് സംസാരിക്കാം, പബ്ലിക്കിൽ സംസാരിക്കാം. പബ്ലിക്കിൽ നമുക്ക് സംസാരിക്കാം. വിശുദ്ധ ബൈബിൾ അടിസ്ഥാനമായി പബ്ലിക് സംസാരിക്കാം. അതിന്റെ അർത്ഥം നിങ്ങൾ വിശുദ്ധ ബൈബിളിലെ വചനങ്ങൾ നിങ്ങളുടെ ഫൈനൽ അതോറിറ്റി ആയിരിക്കണം.
നിങ്ങളുടെ ഫൈനൽ അതോറിറ്റി ആയിരിക്കണം ബൈബിളിലെ വചനം. ആ ബൈബിളിലെ വചനങ്ങൾ കേട്ട് വേണം സംസാരിക്കാൻ. ഫൈനൽ അതോറിറ്റി. എന്തിനാണ് സംസാരിക്കുന്നത്? മറവിൽ നിന്ന് സംസാരിക്കാൻ വേണ്ടിയല്ല, പകരം മലമേൽ പണിത പട്ടണം അത് മറഞ്ഞിരിക്കാൻ പാടില്ല. അത് എല്ലാവർക്കും വെളിപ്പെടും, എല്ലാവർക്കും വെളിപ്പെടും. അതുകൊണ്ട് നമുക്ക് മറിഞ്ഞിരുന്ന് സംസാരിക്കേണ്ടത്, നമുക്ക് പബ്ലിക്കായിട്ട് സംസാരിക്കാം. പക്ഷെ നിങ്ങൾ ബൈബിളിൽ വിശ്വസിക്കുന്ന വ്യക്തിത്വമായിരിക്കും. ബൈബിൾ ഫൈനൽ അതോറിറ്റി ആയിരിക്കും. ബൈബിൾ എന്തു പറഞ്ഞിരിക്കുന്നു അതായിരിക്കണം ഫൈനൽ അതോറിറ്റി. കാരണം നമുക്ക് ഈ ഭൂമിയിൽ നിൽക്കുന്നതൊന്നുമില്ല, ഒന്നും ഇവിടുന്ന് നേടാനുമില്ല. ജയം പ്രാപിച്ച് മറഞ്ഞു കിടക്കുന്ന ദൈവരാജ്യം അവകാശമാക്കുവാൻ കഴിയാണ്. അപ്പൊ ഇതുമായി പലരോടും സംസാരിക്കുമ്പോൾ അവരാരും പബ്ലിക്കിൽ സംസാരിക്കാനില്ല. കാരണം പബ്ലിക്കിൽ സംസാരിക്കുമ്പോൾ വചനം കടന്നു വരും. വചനം കടന്നു വരുമ്പോൾ അവരുടെ ഡോക്ടർ നിൽക്കുവാൻ കഴിയില്ല. പ്രിയ സഹോദരങ്ങൾ, എപ്പോഴും വചനത്തിനാണ് ഫൈനൽ അതോറിറ്റി. സംഘടനയ്ക്കോ ഡിനോമിനേഷനോ യേശുക്രിസ്തു ഇവിടെ കടന്നു വന്നപ്പോൾ യേശുക്രിസ്തുവിനെ എതിർത്തതും അന്നത്തെ വചനം പ്രസംഗിക്കുന്നവരാണ്. യേശുക്രിസ്തു വളരെ വ്യക്തതയോടെ അവരോട് വന്നു. നിങ്ങൾ കരയും കടലും കടന്ന് ഒരുത്തനെ മർദ്ദിച്ചേർന്നു. ചേർന്ന ശേഷമോ അവരെ നിങ്ങളെക്കാൾ ഇരട്ടിച്ച് നരകയോഗ്യരാണ്. അപ്പോൾ നമ്മളുടെ ബൈബിൾ പ്രസംഗം നല്ലതാണ്, സുവിശേഷീകരണം നല്ലതാണ്, ആളുകളെ ചേർക്കുന്നത് നല്ലതാണ്. പക്ഷെ നമ്മൾ എവിടെ ചെന്നെത്തുമെന്ന് ന്യായം വിധിക്കുന്ന ക്രിസ്തു ഓൾറെഡി അവരോട് പറഞ്ഞു. പ്രസംഗിക്കുന്ന ദൈവദാസനും മാനസാന്തരപ്പെട്ടെന്നുള്ള ചിന്തയിൽ കടന്നു വരുന്ന വ്യക്തിയും രണ്ടുപേരും നരകത്തിലേക്കാണ്. എന്റെ കുഞ്ഞുങ്ങളെ, നമ്മൾ അങ്ങനെ പോയിട്ട് എന്താ കാര്യം? വിശുദ്ധ വേദപുസ്തകത്തിലെ സത്യം തിരിച്ചറിഞ്ഞ് സത്യം മനസ്സിലാക്കി കൊടുക്കുന്നത്. ഒളിച്ചല്ല വചനം പറയുന്നത്, പരസ്യമായിട്ടാണ് വചനം. അതിന് ഞാൻ എപ്പോഴും തയ്യാർ. മറന്നു നിന്നല്ല. ശ്രദ്ധിക്കുക, കഴിഞ്ഞ നാളുകളിൽ വചനം പറഞ്ഞ് അനേകരും ദൈവഭാഗത്തേക്ക് വന്നിട്ടുള്ളവർ അതിൽ പലരും ഇതൊരു യാത്രയാണ്, പിൻപിലുള്ളതിനെ മറന്ന് മുൻപിലുള്ള ലക്ഷ്യമാക്കിയുള്ള യാത്ര. ഈ യാത്രയിൽ മറ്റു പലരുടെയും കേൾക്കാൻ പോയത് കൊണ്ട് പിന്നിലേക്ക് തിരിഞ്ഞു വീണുപോയിട്ടുണ്ട്. പലതിനെയും വിടാൻ മനസ്സില്ലാത്തതുകൊണ്ട്, മറ്റു പലരുടെയും വാക്കുകൾ കേൾക്കാൻ പോകുന്നത് കൊണ്ട്. ഹവ്വ പിശാചിനെ കേൾക്കാൻ പോയി ആദ്യ കുടുംബം വീണു. അതേപോലെ ശ്രദ്ധിക്കുക. അതുകൊണ്ട് അവസാനത്തോളം ക്രിസ്തുവിനെ അനുഗമിക്കാൻ തയ്യാറുള്ളവർ മാത്രം ഇതിൽ നിലകൊള്ളുകയാണ്. എപ്പോഴും ശ്രദ്ധിക്കുക, അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവർ മാത്രമേ കടന്നു കയറുകയുള്ളൂ. അപ്പൊ ഈ യാത്രയുടെ ഇടയിൽ ഒരു കുടുംബവും ഈ ദൈവരാജ്യ സന്ദേശം കേട്ട് ഈ ലോകത്തിലെ ക്രിസ്ത്യാനിത്വത്തിൽപ്പെട്ട ഒരു കുടുംബം ഈ ദൈവരാജ്യ സന്ദേശം കേട്ട് ആ ക്രിസ്ത്യാനിത്വത്തിലെ സ്ഥാനവും മാനവും ഒന്നും വേണ്ട എന്ന് വെച്ചുകൊണ്ട് ഈ ശുശ്രൂഷയിലേക്ക് കുടുംബമായി കയറി അവർക്ക് ദൈവം കൊടുത്ത ഒരു പാട്ട്, അവര് മനസ്സിലാക്കിയ സുവിശേഷം, അതായത് ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചു വളർന്നവരാണ്. അവർ മനസ്സിലാക്കിയ സുവിശേഷം ദൈവരാജ്യ സുവിശേഷവും കൂടി കമ്പയർ ചെയ്തപ്പോൾ
ദൈവരാജ്യ സുവിശേഷത്തിന്റെ മൂല്യം മനസ്സിലാക്കിയിട്ട് അവരുടെ ഹൃദയത്തിന്റെ ഉള്ളത്തിൽ നിന്ന് വന്ന ചിന്തകൾ ഒരു പാട്ടായി അവരെഴുതി അത് പാടി. അപ്പോൾ ഷാജി ജോസഫിന്റെ സന്ദേശം അല്ല, ബൈബിളിലെ സന്ദേശമാണ് അവർക്ക് മനസ്സിലായി. ആ കുടുംബത്തെ അവർക്ക് കിട്ടിയ ആ പാട്ട്, ആ വചനത്തിന്റെ സന്ദേശം ഒന്ന് പാടുവാൻ വേണ്ടി ക്ഷണിക്കുകയാണ്. ആലപ്പുഴയിലുള്ള ബ്രദർ ജിമ്മിച്ചന്റെ കുടുംബമാണ്. മൈക്ക് അൺമ്യൂട്ട് ചെയ്തിട്ട് ഇപ്പോ നിങ്ങൾക്ക് കിട്ടിയ സന്ദേശം ജനത്തിന്റെ മുമ്പാകെ അറിയിക്കാവുന്നതാണ്. പാട്ടായി ശ്രദ്ധിച്ച് കേട്ടാട്ടെ അവരെന്താണ് മനസ്സിലാക്കിയത്. Go ahead, brother. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. ഞാൻ എൻ്റെ പേര് ജിമ്മിച്ചൻ എന്നാണ്. ഞാനൊരു 22 വർഷത്തോളം ക്രിസ്ത്യ കുടുംബത്തിൽ ജനിച്ച് അതോടൊപ്പം കത്തോലിക്ക കുടുംബത്തിലായിരുന്നു. അതിനുശേഷം 22 വർഷമായിട്ട് പെന്തക്കോസ് IPC എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനത്തിന്റെ കീഴിലായിരുന്നു. എൻ്റെ ജ്യേഷ്ഠൻ ഇവിടുത്തെ പാസ്റ്ററാണ്. അങ്ങനെയാണ് ഞങ്ങൾ 22 വർഷത്തോളം ഞങ്ങൾ ഈ പെന്തക്കോസ് വിശ്വാസത്തിൽ ഇരുന്നിട്ടും എനിക്ക് യഥാർത്ഥമായിട്ടുള്ള ഒരു വെളിച്ചം എനിക്ക് ഉണ്ടായിട്ടില്ല. അതിൽ എനിക്ക് വളരെ തെറ്റുകളും പല പ്രയാസങ്ങളും എല്ലാം ഉണ്ടായിട്ടുണ്ട്. യഥാർത്ഥമായ വെളിച്ചം ഞാൻ കേട്ടതിന് ശേഷം എൻ്റെ ജീവിതം തന്നെ വളരെ ഒരു മാറ്റത്തിലേക്ക് തന്നെ വരുവാൻ ഇടയായി. എൻ്റെ അതിനു മുമ്പേ ഉള്ള ജീവിതവും ഇപ്പോഴത്തെ ജീവിതവും തമ്മിൽ വളരെ വ്യത്യാസമാണ്. അതൊന്നും എൻ്റെ സഹോദരങ്ങൾക്ക് അതൊന്നും വിഷയമല്ല. അവരുടെ പ്രധാന വിഷയം എന്ന് പറഞ്ഞാൽ IPC വിട്ടുപോയി എന്നുള്ളത്, അതാണ് അവരുടെ വിഷയം. അല്ലാതെ ജീവൻ പ്രാപിച്ച് എനിക്കൊരു മാറ്റം സംഭവിച്ചതൊന്നും അതൊന്നും അവരുടെ വിഷയമേ അല്ല, ഞങ്ങളുടെ സഹോദരങ്ങളുടെ ഒരു വിഷയമല്ല. അതൊന്നും ഞങ്ങൾ അതിനെക്കുറിച്ചൊന്നും ഞങ്ങൾ സംസാരിക്കുന്നുമില്ല. 1-2 പ്രാവശ്യം സംസാരിച്ച് വീണ്ടും ഞാൻ അതിലേക്കൊന്നും കടന്നു പോകുന്നുമില്ല. അതുപോലെ തന്നെ ഞാൻ ഈ സത്യസുവിശേഷം മനസ്സിലാക്കുവാൻ തക്കവണ്ണം ഇടയായപ്പോൾ തന്നെ എൻ്റെ ജീവിതത്തിൽ അനേകമായി ഞങ്ങളുടെ കുടുംബമായി തന്നെ വളരെ മാറ്റങ്ങളുണ്ടായി. അതുകൊണ്ട് ദൈവം ഞങ്ങളോട് സംസാരിക്കാൻ തുടങ്ങി. അങ്ങനെയാണ് വചനം വായിക്കുന്നത്. നേരത്തെ എന്ന് പറഞ്ഞാൽ ബൈബിളൊന്നും അങ്ങനെ വായിക്കാറേ ഇല്ലായിരുന്നു. അതിനുശേഷം ഞാൻ ബൈബിള് വായിക്കുകയും നിരന്തരം നമ്മുടെ SPJ മെസ്സേജുകൾ കേൾക്കുകയും നമ്മുടെ കുഞ്ഞാൻ ബ്രദറുമായിട്ട് നിരന്തരം സംസാരിക്കുകയും നമ്മുടെ ശ്രേഷ്ഠ ദേവദാസന്റെ മെസ്സേജുകളൊക്കെ നിരന്തരം കേൾക്കുകയും ചെയ്ത് അതിന്റെ അടിസ്ഥാനത്തിൽ ദൈവം സംസാരിച്ച 1-2 ഒത്തിരി കാര്യങ്ങളുണ്ട് പറയാൻ. പക്ഷെ നമ്മുടെ സമയത്തിന്റെ ഇതുമൂലം ഞാനത് ദീർഘിപ്പിക്കുന്നില്ല. എങ്കിലും ദൈവം ഞങ്ങളെ സഹായിച്ചു. അത് കാരണം എനിക്ക് 1-2 പാട്ടുകൾ ചെറിയ രീതിയിൽ ഒക്കെ എഴുതുവാൻ കർത്താവ് എന്നെ സഹായിച്ചു. ഞങ്ങൾ കുടുംബമായി അത് ഇവിടെ പാടിയിട്ടുമുണ്ട്. ഒന്നുകൂടെ ഞങ്ങളത് പാടുവാൻ ഞങ്ങളെ ദൈവം സഹായിക്കട്ടെ. സുവിശേഷം 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 ദൈവരാജ്യ സുവിശേഷം 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 യേശുരാജൻ പറഞ്ഞ സുവിശേഷം 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 ദൈവരാജ്യ സുവിശേഷം 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 യേശുരാജൻ പറഞ്ഞ സുവിശേഷം പിതാവായ ദൈവം നമ്മോട് കൂടെ വസിക്കേണ്ടതാകുന്ന സുവിശേഷം ക്രിസ്തുവിൽ വസിച്ചു നമ്മോട് കൂടെ കൂടാരമാകുന്ന സുവിശേഷം ഏക സത്യമായ നിന്നെയും നീയച്ച എന്നെയും അറിയുന്നതാണു നിത്യജീവൻ 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 പിതാവായ ദൈവം നമ്മോട് കൂടെ വസിക്കേണ്ടതാകുന്ന സുവിശേഷം ക്രിസ്തുവിൽ വസിച്ചു നമ്മോട് കൂടെ കൂടാരമാകുന്ന സുവിശേഷം ഏക സത്യമായ നിന്നെ
നിന്നെയും നീയച്ച എന്നെയും അറിയുന്നതാണു നിത്യജീവൻ, നിത്യജീവൻ, നിത്യജീവൻ. സുവിശേഷം, 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 ദൈവരാജ്യ സുവിശേഷം. സുവിശേഷം, 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 യേശുരാജൻ പറഞ്ഞ സുവിശേഷം. പിതാവായ ദൈവം ഏകനാണ്, യേശുപുത്രൻ ത്രിയേകനാണ്. ക്രിസ്തുവിൽ ദൈവത്തിൻ പുത്രരാം നാം, യേശുവെപ്പോൾ ത്രിയേകരാണ്. ലോകസ്ഥാപനത്തിനു മുൻപേയും ദൈവം നമ്മെ തിരഞ്ഞെടുത്തു, 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 തിരഞ്ഞെടുത്തു. പിതാവായ ദൈവം ഏകനാണ്, യേശുപുത്രൻ ത്രിയേകനാണ്. ക്രിസ്തുവിൽ ദൈവത്തിൻ പുത്രരാം നാം, യേശുവെപ്പോൾ ത്രിയേകരാണ്. ലോകസ്ഥാപനത്തിനു മുൻപേയും ദൈവം നമ്മെ തിരഞ്ഞെടുത്തു, 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 തിരഞ്ഞെടുത്തു. സുവിശേഷം, 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 ദൈവരാജ്യ സുവിശേഷം. സുവിശേഷം, 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 യേശുരാജൻ പറഞ്ഞ സുവിശേഷം. പിതാവായ ദൈവം നീതിമാനാണ്, മനുഷ്യരോട് ബഹുമാനം വാങ്ങുന്നില്ല. ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിന്റെ അടുക്കലെത്തുന്നില്ല. ദൈവപിതാവിന്റെ ഇഷ്ടങ്ങൾ ചെയ്യുന്നവനാണു ദൈവരാജ്യം, 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 ദൈവരാജ്യം. പിതാവായ ദൈവം നീതിമാനാണ്, മനുഷ്യരോട് ബഹുമാനം വാങ്ങുന്നില്ല. ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിന്റെ അടുക്കലെത്തുന്നില്ല. ദൈവപിതാവിന്റെ ഇഷ്ടങ്ങൾ ചെയ്യുന്നവനാണു ദൈവരാജ്യം, 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 ദൈവരാജ്യം. സുവിശേഷം, 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 ദൈവരാജ്യ സുവിശേഷം. സുവിശേഷം, 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 യേശുരാജൻ പറഞ്ഞ സുവിശേഷം. സുവിശേഷം, 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 ദൈവരാജ്യ സുവിശേഷം. സുവിശേഷം, 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 യേശുരാജൻ പറഞ്ഞ സുവിശേഷം. താങ്ക് യു. Praise the Lord. Thank you very much, Brother Jimmy. ഞാൻ അദ്ദേഹത്തെ പരിചയപ്പെടുത്തിയില്ല, കാരണം ഒരു സഭയുടെ പേര് പറയണ്ട എന്ന് വിചാരിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ സഭയുടെ കാര്യമൊന്നും പറയാത്തത്. IPC സഭ എന്ന് പറയുന്നത് ഒരു തെറ്റുള്ള സഭ എന്നുള്ളതല്ല. അതിൽ ധാരാളം പേര് റൈറ്റ് ആയിട്ട് ചിന്തിക്കുന്നവരുണ്ട്. പക്ഷെ പലപ്പോഴും അവർക്ക് പുറത്തു പറയാൻ പറ്റുന്നില്ല. കാരണം സംഘടനാ പ്രശ്നമാണ്. ഒരാൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വിഷയമായി തീരും. അതുകൊണ്ട് സത്യം അറിയാവുന്ന പലർക്കും പറയാൻ കഴിയുന്നില്ല. അതിൽ തന്നെ നന്നായി ചിന്തിക്കുന്ന, നന്നായി പ്രവർത്തിക്കുന്ന ദാസന്മാരുണ്ട്. ഓക്കെ. എന്നാൽ അപ്പോൾ തന്നെ സഭാ തലത്തിൽ ഡിനോമിനേറ്റീവ് മൈൻഡ് ഉള്ളവരുണ്ട്. അവിടെയാണ് ആ വിഷയം ഉണ്ടാകുന്നത്. എല്ലാത്തിന്റെയും ഉള്ളിലും ബാബിലോൺ കൾച്ചറോ ഡ്യൂപ്ലിക്കേറ്റ് കളകളുണ്ട്. അവരാണ് ഈ വിഷയം ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ഒരു സഭയെ തത്തിക്കെട്ടുകയോ ഉയർത്തിക്കെട്ടുകയോ ഒന്നുമല്ല എന്റെ ലക്ഷ്യം. എന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് എന്റെ കുഞ്ഞുങ്ങളെ നിങ്ങൾക്ക് ഒരു അപ്പനുണ്ട്, ആ അപ്പന്റെ അടുക്കൽ നിങ്ങളെ എത്തിക്കണം.
അതിനു വേണ്ടിയാണ് യേശുക്രിസ്തു പറഞ്ഞു കേട്ടിട്ടില്ലേ, കാണാതെ പോയതിനെ തിരഞ്ഞാണ് ഞാൻ വന്നിരിക്കുന്നത്. അല്ലാണ്ട് ഞാനൊരു സംഘടന ഉണ്ടാക്കാനോ മതം ഉണ്ടാക്കാനോ ഡിനോമിനേഷൻ ഉണ്ടാക്കാനോ ഒന്നുമല്ല എന്നെ അയച്ചത്. കാണാതെ പോയതിനെ തിരഞ്ഞാണ് എന്നെ അയച്ചത്. പക്ഷെ ഈ കാണാതെ പോയതിനെ അറിയത്തില്ല കാണാതെ പോയതാണ്. അപ്പോ നമ്മുടെ ഉദ്ദേശ ലക്ഷ്യം യേശുവിന്റെ അതേ ഉദ്ദേശ ലക്ഷ്യമായിരിക്കണം. നമ്മൾ യേശുക്രിസ്തുവിന്റെ അവയവങ്ങളാണ്. ഹല്ലേലൂയ. പിന്നെ ആ പാട്ടിൽ ശ്രദ്ധിച്ചോ, ഞാൻ മനസ്സിലാക്കിയ അനുസരിച്ച് നമ്മുടെ കൂട്ടത്തിൽ തന്നെ പല സഹോദരങ്ങൾക്കും എപ്പോഴും ഈ നമുക്ക് പരിചയമില്ലാത്ത രീതിയാണ്. ഇപ്പോ ചേസ് ജോസഫ് എതിരെ വന്നു അല്ലെ, അപ്പൊ അദ്ദേഹത്തിനെതിരെ നമ്മൾ സംസാരിക്കുന്നത് പലരും തോന്നിപ്പോ അദ്ദേഹത്തിനെതിരെ അല്ല സംസാരിക്കുന്നത്. അദ്ദേഹം ഇതാ ക്രിസ്തു എന്നിലൂടെ സംസാരിക്കുന്നത് തെറ്റാണെന്ന് പബ്ലിക് മീഡിയയിലൂടെ വിളിച്ചറിയിച്ചുകൊണ്ടിരിക്കുക. ഓക്കെ, അപ്പോ ക്രിസ്തുവിനെതിരെയാണ് അദ്ദേഹം സ്റ്റാൻഡ് ചെയ്യുന്നത്. അദ്ദേഹം അറിഞ്ഞാലും അറിഞ്ഞില്ല. ശ്രദ്ധിച്ചാട്ടെ, അവിടെ സത്യത്തിന് സാക്ഷി നിൽക്കുന്നത് ഇതാണ് സത്യമെന്ന് വിശുദ്ധ ബൈബിളിലൂടെ തെളിയിക്കണം. അത് അദ്ദേഹം തെളിയിക്കണം. അദ്ദേഹം പറഞ്ഞത് വിശുദ്ധ ബൈബിളിലൂടെ ഷാജി ജോസഫ് കറക്റ്റാണെന്ന് അദ്ദേഹം തെളിയിക്കണം. അദ്ദേഹം തെളിയിക്കാൻ പറ്റുന്നില്ല. അപ്പൊ എന്റെ ഡ്യൂട്ടിയാണ് ക്രിസ്തു എന്നിലൂടെ സംസാരിക്കുന്ന സത്യമാണ്, ഈ ബൈബിളിലെ വചനങ്ങൾ സാക്ഷി തെളിയിക്കുകയാണ്, സത്യം സാക്ഷി നിൽക്കുകയാണ്. അതിന് കൂടെയുള്ളവര് വിഷമം വിചാരിച്ചിട്ട് കാര്യമില്ല. എന്നും സ്തുതിക്കണം, ആരാധിക്കണം, നന്ദി പറയണം, പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയല്ല. സത്യത്തിന് സാക്ഷി നിൽക്കുന്ന ഒരു പോരാട്ടം. ചിലരുടെ അഭിപ്രായം എന്തിനാണ് ട്രിനിറ്റി പറയുന്നത്? പിന്നെ പറയാതിരിക്കാൻ പറ്റുമോ? എന്റെ വാക്ക്, ഈ ട്രിനിറ്റി എന്ന് പറയുന്ന വേർഡ് ബൈബിളിലില്ല. പക്ഷെ ദൈവം പ്രവർത്തിക്കുന്നത് ദൈവമക്കളിൽ ത്രിയേകമായിട്ടാണ്. കുഞ്ഞെ, നീ ഒരു മനുഷ്യ മകനാണെങ്കിൽ നീ അറിയേണ്ടത്, മക്കളോടൊക്കെ ചോദിക്കാറില്ലേ, പണിക്ക് പോണില്ലേ? എന്തിനാ? മനുഷ്യ മക്കൾ ജീവിക്കേണ്ട നെറ്റിയിലെ വിയർപ്പ് കൊണ്ട് വേണം ജീവിക്കാൻ. ദൈവമക്കളോ, ദൈവത്തിന്റെ ആത്മാവിനാൽ വേണം അവർ ജീവിക്കാൻ. മനുഷ്യ മക്കൾ നെറ്റിയിലെ വിയർപ്പ് കൊണ്ടാണ് ജീവിക്കുന്നത്. ദൈവമക്കളുടെ പ്രവർത്തന രീതി ത്രിയേകമാണ്. അതായത് സ്വർഗസ്ഥ പിതാവ് തന്റെ ആത്മാവിൽ അവരിൽ വസിച്ച് തന്റെ ആത്മാവിലൂടെ അവരിലൂടെ പ്രവർത്തിക്കുന്നു. അത് ക്രിസ്തുവിലെ നടക്കുകയുള്ളൂ, ആർക്കും നടക്കില്ല. അപ്പോ ത്രിയേകം അല്ല എങ്കിൽ ആ ട്രിനിറ്റി നമ്മൾ മനസ്സിലാക്കിയേ പറ്റുള്ളൂ. ഒരു ദൈവമേ സ്വർഗസ്ഥ പിതാവ് ഏകനാണ്. ആ കുഞ്ഞുങ്ങൾക്ക് ഞാൻ പറഞ്ഞു കൊടുത്തതല്ല, പേഴ്സണലായിട്ട് എഴുതി കൊടുത്തതല്ല. അത് അവരുടെ ഹൃദയത്തിൽ ഈ സന്ദേശത്തിലൂടെ അവർക്ക് വെളിപ്പെട്ടതാണ്. ബൈബിളിൽ അനേക പ്രാവശ്യം പറയുന്നു സ്വർഗസ്ഥ പിതാവ് ഏകനാണ്, ഏകനായ പിതാവേ നമുക്കുള്ളൂ, എല്ലാവർക്കും മുകളിലുള്ളവനും എല്ലാവരും വ്യാപരിക്കുന്നവനും എല്ലാവരിലും ഇരിക്കുന്നവനും ദൈവവും പിതാവുമായവൻ ഒരുവൻ. ഇതാണ് യേശുക്രിസ്തു നേരിട്ട് പറയുന്നത്. ഏകസത്യദൈവമായി നിന്നെയും നീ അയച്ച യേശുക്രിസ്തുവിനെ അറിയുന്നതാണ് നിത്യജീവൻ. ഹല്ലേലൂയ. അപ്പോ പ്രിയ സഹോദരങ്ങളെ, വിശുദ്ധ ബൈബിളിൽ അങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുമ്പോൾ നമ്മൾ വളരെ വ്യക്തതയോടെ ഈ കാര്യങ്ങൾ തിരിച്ചറിഞ്ഞ് സ്വർഗസ്ഥ പിതാവ് ഏകനാണെന്നും എന്നാൽ ക്രിസ്തുവിലൂടെയുള്ള തന്റെ പ്രവർത്തനം, അതായത് ദൈവപുത്രനിലൂടെയുള്ള തന്റെ പ്രവർത്തനം ത്രിയേകമാണെന്നും മനസ്സിലാക്കണം. അത് മനസ്സിലാക്കാതെ തെറ്റായി മനസ്സിലാക്കി വെച്ചത് മിണ്ടണ്ട എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ സത്യത്തെ അറിയിക്കേണ്ട എന്ന് പറയുന്നതിനോട് തുല്യമാണ്. അങ്ങനെയല്ല, സത്യത്തെ ജനം അറിയിക്കണം. എന്റെ കുഞ്ഞെ, എന്റെ സഹോദര, എന്റെ ബ്രദറെ, ഇത് കേൾക്കുന്ന അങ്ങയോട് ഞാൻ ചോദിച്ചോട്ടെ, അങ്ങയുടെ ഉള്ളില് ദൈവപുത്രന്റെ പ്രവർത്തനമാണോ നടക്കുന്നത്, അതോ മനുഷ്യപുത്രന്റെ പ്രവർത്തനമാണോ നടക്കുന്നത്? വീണുപോയ മനുഷ്യന്റെ പ്രവർത്തനമാണോ നടക്കുന്നത്, അതോ ദൈവപുത്രനായ ക്രിസ്തുവിന്റെ പ്രവർത്തനമാണോ നടക്കുന്നത്? ചെക്ക് യുവർസെൽഫ്. അജിബാൻ എന്നാ തോന്നുന്നു? സുജാത എന്നാ തോന്നുന്നു? ജിമ്മിച്ചൻ എന്നാ തോന്നുന്നു? ജോബിക്ക് എന്നാ തോന്നുന്നു?
ആരുടെ പ്രവർത്തനം നടക്കണേ? വീണുപോയ മനുഷ്യന്റെ പ്രവർത്തനമാണോ നടക്കണേ? അതോ ദൈവപുത്രനായ ക്രിസ്തുവിന്റെ പ്രവർത്തനമാണ് നടക്കുന്നത്? നമ്മളെല്ലാവരും വീണുപോയ മനുഷ്യന്റെ കാറ്റഗറി പെട്ട് കിടക്കുക. ഉൽപ്പത്തി 3-ാം അധ്യായത്തിൽ വീണുപോയ മനുഷ്യന്റെ കാറ്റഗറിയിലാണ്. നമ്മുടെ പ്രവർത്തന രീതി എന്ന് പറയുന്നത് നെറ്റിയിലെ വേർപ്പുകൊണ്ട് അധ്വാനിക്കുക, അതുകൊണ്ട് എന്തെങ്കിലും കഴിക്കുക, മേടിക്കുക, കഴിക്കുക, അതേ തുടർന്ന് ഇതാ മരണം വന്ന് നമ്മളെ കീഴ്പ്പെടുത്തുക, അവസാനിക്കുക. എന്നാൽ ഇവിടെ നിന്ന് നമുക്കൊരു ട്രാൻസിഷൻ വേണം, ഒരു ചേഞ്ച് വേണം. ദൈവാത്മാവിനാൽ നടത്തപ്പെടുന്നവരാണ് ദൈവത്തിന്റെ മക്കൾ. ഒരു ചേഞ്ച് വേണം, ആത്മാവിലേക്ക് മാറ്റം സംഭവിക്കണം. ഇത് മാറ്റം സംഭവിക്കാനുള്ള കാര്യം പറയുമ്പോ അതെന്തിനാ പറയണേ, അതെന്തിനാ പറയണേ? അത് നിങ്ങൾ പറയുന്നതിന്റെ കാരണം ഓപ്പോസിറ്റ് വ്യക്തികൾ നിങ്ങളുടെ അടുക്കൽ സംസാരിക്കാൻ വരുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ പറയുന്നത്. ഇത് മനസ്സിലാക്കിയേ തീരൂ. ഒരു ദൈവപുത്രന്റെ പ്രവർത്തന രീതി ത്രിയേകമാണ്. സ്വർഗസ്ഥനായ പിതാവിൽ നിന്ന് ദൈവപുത്രൻ ആരംഭിക്കുന്നു. എങ്ങനെ? ദൈവത്തിന്റെ ആത്മാവിലൂടെ. തുടർന്ന് ആ സ്വർഗസ്ഥനായ പിതാവിന്റെ ചിന്തകൾ, അദൃശ്യനായ ദൈവത്തിന്റെ ആത്മാവായ ദൈവത്തിന്റെ ചിന്തകൾ തന്നിലൂടെ ഭൂമിയിലേക്ക് വെളിപ്പെടുത്തുന്നു. എങ്ങനെ? ദൈവത്തിന്റെ ആത്മാവിലൂടെ. ഒരൊറ്റ ആത്മാവേ ഉള്ളൂ നമ്മൾ എല്ലാവരും പ്രവർത്തിക്കുന്നത്. നമ്മളെല്ലാം ആത്മരൂപികളാണ്. We are all spirit beings. എങ്ങനെ? in the sons of God. ദൈവപുത്രന്മാരിൽ നമ്മളെല്ലാം ആത്മരൂപികളാണ്. നമ്മുടെ എല്ലാവരുടെ വ്യാപരിക്കുന്ന ഒരു ഒറ്റ ആത്മാവാണ് സ്വർഗസ്ഥ പിതാവിന്റെ. അതിലൂടെ പ്രവർത്തിക്കാൻ പഠിക്കണം. അല്ലാതെ വെറും ജഡമനുഷ്യരെ പോലെ നിൽക്കുകയല്ല വേണ്ട. നമ്മൾ ജഡം വിട്ട് ആത്മാവിലേക്ക് മാറുകയാണ്. വീണുപോയ മനുഷ്യരുടെ ആ രീതിയിൽ നിന്ന് നമ്മൾ മാറി കയറുകയാണ്. മനസ്സിലാക്കുക. ഹല്ലേലൂയ. അല്ല, എന്നോട് പറയുക, ഞങ്ങൾക്ക് ഒരു ദൈവത്തിന്റെ ത്രിയേക പ്രവർത്തന രീതിയൊക്കെ അറിയാം, അതുകൊണ്ട് ഇനി പാസ്റ്റ് പഠിപ്പിക്കേണ്ട എന്ന് പറഞ്ഞാൽ ഞാൻ അവരെ പഠിപ്പിക്കും. ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. നമ്മൾ ഇതുവരെ എത്തിയിട്ടില്ല, അങ്ങോട്ടൊക്കെ എത്തണം. അതിന്റെ പെർഫെക്ഷനിലേക്ക് എത്തണം. യേശു ജീവിച്ചതുപോലെ ജീവിക്കാൻ പഠിക്കണം. ഹല്ലേലൂയ. യേശു പറഞ്ഞിട്ടില്ലേ, എൻ ജീവനുള്ള പിതാവ് എന്നെ അയച്ചിട്ട് ഞാൻ പിതാവിൻ മൂലം ജീവിക്കുന്നത് പോലെ. നമ്മളെങ്ങനെയാ? UCC-യും സിമെന്റ് കമ്പനിയും ആശുപത്രിയും വർക്ക്ഷോപ്പും ടൈലറിംഗ് ഷോപ്പും ഇങ്ങനെയല്ല നമ്മൾ ജീവിക്കണേ. വീണുപോയ മനുഷ്യൻ എങ്ങനെയാ ജീവിക്കണേ? അങ്ങനെ ജീവിക്കണേ. അത്തിയാല കൊണ്ട് ആദ്യത്തെ തുണി ഉണ്ടാക്കി, ഇന്ന് അത്തിയാലയ്ക്ക് പകരം നൂല് നെയ്തെടുത്ത് അത് വിറ്റ് പൈസ ഉണ്ടാക്കി അതുകൊണ്ട് ജീവിക്കും. വീണുപോയ മനുഷ്യനാണ് ഇത് മൊത്തം ചെയ്യണേ. മക്കളെ, തിരിച്ചു വാ. ദൈവം എന്താ ചെയ്യണേന്ന് ആദ്യം മനസ്സിലാക്കി, എന്നിട്ട് തിരിച്ചു വാ. അല്ലാണ്ട് നമ്മളുടെ മതവും ഡിനോമിനേഷൻ സംഘടനയും അതുകൊണ്ടല്ല. ഈ വയറ്റിപ്പഴുപ്പ് എന്ന് പറഞ്ഞ സാധനം നമുക്കിനി അധികം വേണ്ട. ഇനി അധികം ദിവസവും ഇല്ല ഈ ജഡം ഇപ്പൊ തീരും. ആ പാട്ട് ഉണ്ണി വയറിന് വേണ്ടിയുള്ളതാണ് ഈ നെറ്റിയിൽ ഏർപ്പെടുള്ള അധ്വാനം. വല്ല ഗുണമുണ്ടോ? ജഡത്തെ പോഷിപ്പിച്ച് 1.5 കിലോ 2 കിലോ ജഡത്തെ വളർത്തി വലുതാക്കി ആ 35, 40, 50, 60 കിലോ 70, 80 കിലോ ആക്കി, എന്നിട്ട് ആ പൊക്കിയതിനെ മുഴുവൻ അവസാനം cemetery കൊണ്ട് മണ്ണിലേക്ക് കൊണ്ട് കുഴിച്ചു. എന്തുകൊണ്ട്? കർത്താവ് യേശു വളരെ വ്യക്തതയോടെ പറഞ്ഞു, ഫ്ലഷ് പ്രോഫിറ്റ് നത്തിങ്. Flesh profit nothing, but spirit gives life. രണ്ട് തലമാണ്, ഒന്ന് ഫ്ലഷോ ഒന്ന് സ്പിരിറ്റ്. നമ്മളൊക്കെ ജഡത്തിൽ കുടുങ്ങിക്കിടക്കുക. അവിടെ നിന്നാണ് യേശു ക്രിസ്തുവിലൂടെ സ്വർഗസ്ഥ പിതാവ് നമ്മളെ എടുത്തുകൊണ്ടിരിക്കുന്നത്. അതിന് രക്ഷയുടെ മൊഴികൾ വേണം, ജീവന്റെ മൊഴികൾ വേണം. അല്ലാതെ ഒരിക്കലും ഞാൻ കൈമുക്കി ഞാൻ കാടും ബില്ല് ചെയ്തോ സ്നാനപ്പെട്ടെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ എത്തില്ല. യഥാർത്ഥ യേശു ക്രിസ്തുവിന്റെ അവയവങ്ങളായ ദൈവദാസന്മാർ നമുക്ക് വേണം. അവരാരുടെ മുഖം നോക്കത്തില്ല, ആരുടെ അപ്രീസിയേഷന് വേണ്ടിയല്ല അവർ നിൽക്കുന്നത്. അവർ നിൽക്കുന്നത് മനുഷ്യരിൽ നിന്നും പ്രതീക്ഷിച്ചിട്ടല്ല, അവർ ബഹുമാനം അന്വേഷിക്കുന്നത് സ്വർഗസ്ഥ പിതാവിൽ നിന്നാണ്, യേശുവിനെ പോലെ. ഇതുകൊണ്ട് യേശു പറയുന്നത്, ഞാൻ മനുഷ്യരുടെ ബഹുമാനം വാങ്ങുന്നില്ല, ഞാൻ എന്റെ ബഹുമാനം അന്വേഷിക്കുന്നില്ല. കാരണം ബഹുമാനം അന്വേഷിക്കുന്ന ഒരുവനുണ്ട്, എന്റെ അപ്പൻ. ആ അപ്പനാണ് എന്നെ ബഹുമാനിക്കുന്നത്. അപ്പൊ പ്രിയ കുഞ്ഞുങ്ങളെ വളരെ ശ്രദ്ധയോടുകൂടിയാണ്.
ഇനി ഞാൻ കാര്യത്തിലേക്ക് കിടക്കട്ടെ. ഇത്ര സമയം ഇൻട്രൊഡക്ഷൻ ആയിരുന്നല്ലോ. പ്രിയ സഹോദരൻ ചേസ് ജോസഫ് ഇറക്കിയ മൂന്നാമത്തെ സംഭവം, അതായത് ഡൂംസ്ഡേ കൾട്ട് പാർട്ട് 3, യഥാർത്ഥത്തിൽ സഭയ്ക്കുന്നൊരു അനുഗ്രഹമാണ്. ഒരു മെസ്സേജ് പറയുമ്പോൾ ആദ്യം ഒരു സെമിനാറോ മെസ്സേജ് ഒക്കെ ആണെങ്കിൽ ആദ്യം ഒരു ദിവസം ഇൻട്രൊഡക്ഷൻ പറയും. അതിനുശേഷം മറ്റേ വ്യക്തി കൺക്ലൂഷൻ, എന്റെ ബോഡി പറയും, കൺക്ലൂഡ് ചെയ്യും. ഇപ്പൊ ഇൻട്രൊഡക്ഷൻ ഓൾറെഡി അദ്ദേഹം പറഞ്ഞു. ഓക്കെ, അപ്പൊ ഞാൻ ഇനി അതിന്റെ ബോഡിയും കൺക്ലൂഷനുമാണ് പറയുന്നത്. അപ്പോ ആ ഒരു തലം മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞ പ്രാവശ്യത്തെ സന്ദേശത്ത് നമ്മൾ അല്പം സംസാരിച്ചു. ഞാനത് അദ്ദേഹത്തിനെതിരെയല്ല, സഭയ്ക്ക് വേണ്ടിയാണ് സംസാരിക്കുന്നത്. ശ്രദ്ധിക്കുക, കാരണം എന്റെ പോരാട്ടം അദ്ദേഹത്തോടൊന്നും. കാരണം ദൈവത്തിന്റെ ഇതക സഭ മനസ്സിലാക്കുക, അദ്ദേഹം വലിയൊരു സഹായമായി തീർന്നു എന്നാണ് ഞാനിവിടെ പറഞ്ഞില്ല. അദ്ദേഹം ഇങ്ങനെ ചോദിച്ചില്ലായിരുന്നെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു ഉത്തരം കൊടുക്കേണ്ട അവസരം കിട്ടുകയില്ല. കാരണം ദൈവം ആഗ്രഹിക്കുന്നു, ദിസ് ഈസ് എൻഡ് ടൈം. അദ്ദേഹത്തിന്റെ ഒരു കാര്യം പറഞ്ഞാൽ അവർ ശ്രദ്ധിക്കണം, അവര് പറയുന്നു ഇത് അന്ത്യകാലമാണ്. സത്യമാണ്. ഓക്കെ, അങ്ങ് എതിരായിട്ടാ പറഞ്ഞെങ്കിലും അങ്ങ് പറഞ്ഞ ഇൻട്രൊഡക്ഷൻ കറക്റ്റ് ആണ്. അവര് പറയുന്നു ഇത് അന്ത്യകാലമാണ്, അല്ലെ? സത്യമാണ്. ഹല്ലേലൂയ. പിന്നെ അവര് പറയുന്നു അന്ത്യകാലത്ത് വാങ്ങാനും വിൽക്കാനും പറ്റത്തില്ല. സത്യമാണ്. കാരണം വിശുദ്ധ ബൈബിളാണ്. അപ്പോ എന്നെ എത്രത്തോളം സഹായിച്ച എന്റെ ഡ്യൂട്ടി അങ്ങ് എന്ത് ചെയ്തു, അങ്ങ് ലഘൂകരിച്ചു. അതിന് സന്തോഷമുണ്ട്. കാരണം ഇങ്ങനെ ഒരു രീതി, ഇപ്പൊ എനിക്ക് മുമ്പ് ഞങ്ങളുടെ കൂടെയല്ല, ഞങ്ങൾ ദേവാസന്മാരാണ് ഇൻട്രൊഡക്ഷൻ പറയുന്നതെങ്കിൽ അത്ര ആള് ശ്രദ്ധിക്കത്തില്ല. അപ്പൊ അങ്ങ് ഇൻട്രൊഡക്ഷൻ പറഞ്ഞു തന്നപ്പോ ആള് കുറച്ചുപേരെ കൂടുതൽ ശ്രദ്ധിക്കും. കാരണം അതൊരു എതിർപ്പിന്റെ മോഡലാണ് അങ്ങ് പറഞ്ഞത്. എന്നെ സപ്പോർട്ട് ചെയ്യുന്ന മോഡലിൽ പറഞ്ഞെങ്കിൽ ആളുകൾ ശ്രദ്ധിക്കത്തില്ല. കാരണം ആളുകൾ അങ്ങനെയാ, നമ്മുടെ എല്ലാവരുടെയും മനസ്സ് ബൈൻഡ് ചെയ്തേക്കണം അങ്ങനെയാ. എന്തെങ്കിലും കുറ്റം കേട്ടാൽ നമ്മളങ്ങ് പറഞ്ഞങ്ങ് പരത്തും. പക്ഷെ നല്ലത് കേട്ടാലോ മിണ്ടൂല. അപ്പൊ കുറ്റമായിട്ട് അങ്ങ് പറഞ്ഞത് വളരെ അനുഗ്രഹമായി ദൈവം അങ്ങ് ഉപയോഗിച്ചതാണ്. അപ്പോ ഒരു ചെറിയൊരു ഭാഗം കൂടി നമുക്കിത് കേട്ടിട്ട്, ഇനി എനിക്കിങ്ങനെ കേൾപ്പിക്കാൻ വലിയ താല്പര്യമൊന്നുമില്ല. ഓക്കെ, ഇതോടുകൂടി നിർത്താന്ന് ഞാൻ ചിന്തിക്കുകയാണ്. കാരണം ഇനി ഇത് കേൾപ്പിക്കാതെ നമുക്ക് സംസാരിക്കും. കാരണം ബോംബെയിൽ നിന്നും കാനഡയിൽ നിന്നും ഒക്കെ ഇതുമായിട്ട് ബന്ധത്തില് പല സംശയങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അതിലേക്ക് കാണാം. അപ്പോ മനസ്സിലാക്കി, കാനഡയിൽ നിന്ന് ഒരു മോള് ചോദിച്ചൊരു ചോദ്യം ഉണ്ട്, എൻ ടൈമിനെ കുറിച്ച്. എൻ ടൈം അത് കർത്താവ് യേശുക്രിസ്തു വരുന്നത് ആരും അറിയത്തില്ലല്ലോ എന്നൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. പിന്നെ എങ്ങനെയാ നമ്മൾ അറിയുക എന്നുള്ളൊരു ചോദ്യം. അപ്പൊ അതുമായിട്ടുള്ള ബന്ധത്തിൽ പിന്നെ ബോംബെ നിന്ന് ഒരു വ്യക്തി ചോദിച്ചിരിക്കുന്ന ചോദ്യം ഇങ്ങനെയാണ്. അതായത് 25 5 കന്യകമാണ്. അവർക്ക് എവിടെ നിന്ന് കിട്ടി പരിശുദ്ധാത്മാവിനെ പർച്ചേസ് ചെയ്യാനായിട്ട് എന്നാണ്, എന്ന രീതിയിലാണ് ചോദ്യം. പരിശുദ്ധാത്മാവിനെ പോയി വാങ്ങിക്കാൻ പറഞ്ഞില്ലേ? നിങ്ങൾ വിൽക്കുന്നവരുടെ പോയി പരിശുദ്ധാത്മാവിനെ വാങ്ങാൻ പറഞ്ഞില്ലേ? അപ്പൊ പരിശുദ്ധാത്മാവിനെ വിൽക്കുന്നത് ആരാണ്, എവിടെ ചെന്ന് കിട്ടുമെന്നൊക്കെയാണ് ആ ചോദ്യത്തിന്റെ ആക്ച്വലി അത് പഠിപ്പിച്ച് തെറ്റിപ്പോയതാണ്. എണ്ണ എന്ന് വെച്ചാൽ പരിശുദ്ധാത്മാവെന്ന് പറഞ്ഞാൽ പഠിപ്പിച്ചു. അപ്പോ അവസാനം ഇപ്പോ ജനത്തിന്റെ ചോദ്യം വല്ലാണ്ടായിപ്പോയി, പരിശുദ്ധാത്മാവിന് വിൽക്കണ കട ഏതാണ്, എങ്ങനെ കിട്ടും പരിശുദ്ധാത്മാവിനെ എന്നൊക്കെയാണ് ജനത്തിന്റെ ചോദ്യങ്ങൾ. ആ രീതിയിലാണ് കൺവേർട്ട് ചെയ്ത് വരുന്നത്. യഥാർത്ഥത്തിൽ പഠിപ്പിച്ചത് വിഡ്ഢിത്തമാണ് പഠിപ്പിച്ചത്. അപ്പൊ അതിന്റെയൊക്കെ ഉത്തരം ഇനി കടന്നു വരേണ്ടതായിട്ടുണ്ട്. അപ്പോ ഈ ഒരാഴ്ച കൂടെ ഈ വ്യക്തിത്വത്തെ ജസ്റ്റ് ഒന്ന് കേട്ടിട്ട് നമുക്ക് കാര്യത്തിലേക്ക് കടന്നു കേട്ടോ. ഓ ഫാദർ വി താങ്ക് യു. അദ്ദേഹം പറയുന്ന ചെറിയൊരു ഭാഗം നമ്മൾ ഇന്ന് കേൾക്കുന്നുണ്ടോ, അല്ലെങ്കിൽ നമുക്ക് തന്നെ അത് അല്ലാതെ ഒരു ആയി തോന്നുന്നു. പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഇപ്പോൾ അന്ത്യകാലമായിരുന്നു. അന്ത്യകാലത്ത് വിൽക്കാൻ വാങ്ങാനും പറ്റാത്ത അവസ്ഥ വരുന്നു. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ സ്ഥലങ്ങൾ വിറ്റിട്ട്
വയനാട്ടിലും ഇടുക്കിയിലുമുള്ള സങ്കേത നഗരങ്ങളിൽ അവർ പണിയുന്ന സങ്കേത നഗരങ്ങളിൽ സ്ഥലം വാങ്ങിച്ച് അവിടെ താമസിക്കുക, അവിടെ കൃഷി ചെയ്യുക, കൃഷി ചെയ്ത് അതിന്റെ ഉപജീവനം നടത്തുക. അപ്പൊ നിങ്ങളുടെ കയ്യിൽ പൈസ ഇല്ലെങ്കിൽ നിങ്ങളുടെ സെർവന്റ് ആയിട്ട് വർക്ക് ചെയ്താൽ മതി. യു ക്യാൻ കോൺട്രിബ്യൂട്ട് ബൈ യുവർ വർക്ക്. പണമായിട്ട് തന്നെ വേണമെന്നില്ല. ജീവിതകാലം മുഴുവൻ അവിടെ പല അടിയമായ വ്യവസ്ഥ പോലെ പൈസയിലൊക്കെ പണിക്കണം. കേട്ടല്ലോ ഇദ്ദേഹം പറയുന്നതൊക്കെ എന്തൊക്കെയോ എങ്ങനെയായാലും ഷാജി ജോസഫിന്റെ മോഹം ഒന്ന് കരിവാരി ഒന്ന് തേക്കണം എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടെയാണ് എന്റെ കൂടെ നിങ്ങൾക്ക് നിൽക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയും. കേട്ടല്ലോ, നിങ്ങൾ എത്ര പേര് ഞാൻ അടിമയാക്കിയിട്ടുണ്ടെന്ന് നിങ്ങൾക്കറിയാം. ഓക്കെ, ഇനി ആരെങ്കിലും നിങ്ങൾ അടിമയാക്കിയിട്ടുണ്ടെങ്കിൽ എന്നോടൊന്ന് പറയാൻ, നിങ്ങൾ എന്നെ അടിമയാക്കി. ഓക്കെ, ശ്രദ്ധിച്ചാണ്. അപ്പൊ ഇദ്ദേഹം പറയുന്ന ആ ഒരു ചിന്ത എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ഒരു മനുഷ്യന്റെ വാക്കുകൾ കേൾക്കുമ്പോൾ അറിയാം ഏത് സ്പിരിറ്റാണ് അതിന്റെ പുറകിൽ പ്രവർത്തിക്കുന്നത്. ശ്രദ്ധിച്ചാട്ടെ. ഇനി അതായത് ഫലം നോക്കി വൃക്ഷത്തെ തിരിച്ചറിയാനാണ് കർത്താവ് പറഞ്ഞു. ഇനി അടുത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അദ്ദേഹം പറഞ്ഞു അന്ത്യകാലമാണെന്ന് അവര് പറയുന്നു. അന്ത്യകാലത്ത് വാങ്ങാനും വിൽക്കാനും പറ്റത്തില്ലെന്ന് അവര് പറയുന്നു. അപ്പൊ അദ്ദേഹം ആ പറയുന്നവരെ അവരെന്നാണ് ചേർത്തേക്കുന്നത്. അവരാരോടോ കൂടെയാണ് പറയുന്നത്. കണ്ടോ, ഈ വിശുദ്ധ ബൈബിളിനോട് കൂടെയാ പറയുന്നത്. അപ്പൊ എന്റെ കൂടെ അജി ബ്രദറുണ്ട്, സുജാത സിസ്റ്ററുണ്ട്, തോമസ് പാസ്റ്റർ ഉണ്ട്, ഇങ്ങനെ പലരും കൂടെ ഉണ്ട്. പക്ഷെ അതിനേക്കാൾ എല്ലാം കൂടെ ഈ വിശുദ്ധ ബൈബിളിലെ ദൈവമാണ്, ദൈവത്തിന്റെ വചനമാണ്. അവര് പറയുന്നു എന്ന കൂട്ടത്തിൽ. മനസ്സിലായോ? അവര് പറയും. ഹല്ലേലൂയ. ഇനി ശ്രദ്ധിക്കാം. ഈ കത്തോലിക്ക കുടുംബത്തിൽ ജനിച്ചു വളർന്ന കന്യാസ്ത്രീ വീട്ടിലുള്ള അപ്പന്റെ വീട്ടിലും അമ്മയുടെ വീട്ടിലും 12 മക്കൾ വെച്ച് ഉള്ള വലിയ കുടുംബത്തിൽ, വലിയ തറവാട്ടിൽ കടന്നു വരാൻ ഇടയായ ഒരു വ്യക്തിത്വമാണ് ഞാൻ. ഒരു ഹിന്ദു സഹോദരൻ ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞു, അച്ഛൻ കുർബാന ചെല്ലുമ്പോൾ ഇടത്തും വലത്തും നിൽക്കുന്ന അൾത്താര ബാലന്മാരിൽ ഒരാളായിരുന്നു. എന്റെ സഹോദരങ്ങളായ ക്രിസ്ത്യാനി ഗ്രൂപ്പുകളെ നിങ്ങളോടൊന്ന് ചോദിച്ചോട്ടെ, ആ കത്തോലിക്ക സഭയെക്കാളും വലിയ സഭ ഇന്ന് ഭൂമിയിൽ എവിടെയെങ്കിലും? അത് പാരമ്പര്യ അടിസ്ഥാനത്തിലാണ് മുന്നോട്ടേക്ക് പോകുന്നത്. വചനത്തിനല്ല മുൻഗണന. അവരും വചനമൊക്കെ പറയുന്നുണ്ട്, അവരിൽ നല്ല ആളുകളുണ്ട്. പക്ഷെ വചനത്തിനല്ല പാരമ്പര്യത്തിനാണ് മുൻഗണന എന്ന് മനസ്സിലാക്കിയപ്പോ ഇന്നും അവരെ സ്നേഹിച്ച്, ഇന്നും അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച്, കഴിഞ്ഞ ദിവസവും കൂടെ അതിലെ ഒരു വ്യക്തിയോട് വീണ്ടും സംസാരിച്ച് അവർക്ക് ദൈവവചനം അയച്ചു കൊടുക്കുവാനുള്ള ക്രമീകരണങ്ങൾ ചെയ്ത് ആ കത്തോലിക്ക സഭയുടെ ആ ഒരു തലം വേണ്ട. അവരെ വെറുത്തിട്ടല്ല, അവിടുന്ന് രാജിവെച്ചിട്ടൊന്നുമല്ല. കാരണം പാരമ്പര്യ പ്രകാരം നിൽക്കുമ്പോൾ വചനത്തിന് പ്രാധാന്യം കൊടുക്കാത്തത് കൊണ്ട് ആ മണ്ഡലം വിട്ട് ഇതാ പുറത്തേക്ക് ഇറങ്ങിയപ്പോ വിശ്വാസികൾ എന്ന് പറയുന്ന ഒരു കൂട്ടം, ഞാൻ മനസ്സിലാക്കിയത് പ്രധാനമായും കത്തോലിക്കരിൽ നിന്ന് അവർക്കുള്ള വ്യത്യാസം എന്ന് പറയുന്നത് അവർ സ്നാനപ്പെട്ടു. മറ്റത് ശിശു സ്നാനം, ഇത് മുതിർന്ന ശേഷം സ്നാനം. സത്യമാണ്, മുതിർന്ന ശേഷം സ്നാനം, അതാണ് സത്യം. പക്ഷേ ഞാൻ നോക്കുമ്പോ ബാക്കിയുള്ള കാര്യങ്ങളിൽ നല്ലൊരു പങ്കിനും പാരമ്പര്യം തന്നെയാണ് ഇവിടെയും പിടിച്ചു വെച്ചേക്കുന്നത്. വചനത്തിനല്ല പ്രാധാന്യം. പറയുമ്പോൾ ഞങ്ങൾ വചനത്തിന്റെ ആളുകളാണ്, പക്ഷെ ജീവിതത്തിൽ പാരമ്പര്യത്തിന്റെ ആളുകൾ. എനിക്ക് മുമ്പേ ദേവദാസന്മാർ എന്താണ് പറഞ്ഞു വെച്ചാൽ അതേ ഞാൻ പറയൂ. അങ്ങനെ സംഘടന എന്താ പറഞ്ഞത് അതേ ഞാൻ പറയൂ. അങ്ങനെയല്ല. വിശുദ്ധ ബൈബിൾ അനുസരിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി നാം നാൾതോറും മനസ്സുബുദ്ധിക്ക് രൂപാന്തരപ്പെടണം. ഇതല്ലേ ദൈവത്തിന്റെ വചനം പറഞ്ഞ, വിശുദ്ധൻ ഇനിയും തന്നെ വിശുദ്ധീകരിക്കട്ടെ. അല്ലാതെ ഞാൻ ആ ഗ്രൂപ്പ് ഈ ഗ്രൂപ്പ് അങ്ങനെയുള്ള ഗ്രൂപ്പ് ഒന്നും സ്വർഗസന്നിധിയിൽ ഇല്ല. അവിടെ ദൈവവും ക്രിസ്തുവിനുള്ള ദൈവത്തിന്റെ മക്കളുമാണ് അവിടെ ഉള്ളേ. ഇതുകൊണ്ടല്ലേ യോഹന്നാൻ പറയുന്നേ, ബ്രദറെ അങ്ങനെ തിരിച്ചു പറയല്ലേ ബ്രദറെ.
ബൈബിള് പറയുന്നത് എങ്ങനെ? യോഹന്നാൻ പറയുന്നു, ഞങ്ങളുടെ കൂട്ടായ്മയോ പിതാവിനോടും അവന്റെ പുത്രനായ ക്രിസ്തുവോടും കൂടെയാണ്. അല്ലാണ്ട് ഇത് രണ്ടുപേരും ഒരാളല്ല, രണ്ടും രണ്ടാണ്. ഒരാൾ സ്വർഗസ്ഥ പിതാവ് യേശു ക്രിസ്തു പറയുന്നു, ഏക സത്യദൈവമായ അങ്ങ്. ഹല്ലേലൂയ. ഏക സത്യദൈവം അങ്ങാണ്. ഇനി അങ്ങ് അയച്ച അങ്ങയുടെ പുത്രനായ ഞാനും ദൈവം തന്നെയാണ്, അതേ കാറ്റഗറിയാണ് ഞാൻ. പക്ഷെ ഞാൻ അങ്ങയുടെ പുത്രനാണ്. ഇനി അങ്ങേക്ക് പുത്രന്മാർ ജനിക്കുന്നത് എന്നിലൂടെയാണ്. ഹല്ലേലൂയ. അങ്ങനെ ദൈവവും അത്യുന്നതനായ സ്വർഗസ്ഥ പിതാവും സ്വർഗസ്ഥ പിതാവിന്റെ മകനായ ക്രിസ്തുവിലുള്ള ദൈവ മക്കളും. ഇതാണ് സത്യം ഞാൻ മനസ്സിലാക്കിയത്. അപ്പോ ഇത് പാരമ്പര്യമായിട്ട് നാം മനസ്സിലാക്കിയത് തെറ്റാണെങ്കിൽ എന്ത് ചെയ്യണം? അത് ബൈബിൾ പ്രകാരം തിരുത്തണം. ഞാൻ പറഞ്ഞതുകൊണ്ട് തിരുത്തരുത് മക്കളെ. നിങ്ങളുടെ കയ്യിലുള്ള വിശുദ്ധ വേദപുസ്തകം എന്ന് പറഞ്ഞാൽ അത് തിരുത്തുക. കാരണം നാളെ തിരുത്താനുള്ള അവസരം ഇല്ല. ഇപ്പൊ തീരെ ഈ ശ്വാസം. ഇതെന്തുവാ? വിശ്വാസത്തിന്റെ പരിശോധനയല്ലേ? അതിന്റെ അർത്ഥം നീ തിരുത്താൻ പോകുമ്പോ നിന്റെ കൂടെ ഉള്ളവർ വന്നിട്ട് പറയും, തിരുത്തരുത്, നിന്നെ ഞങ്ങൾ പുറത്താക്കും. അപ്പോഴാണ് ഇത് പരിശോധനയാവുന്നുള്ളൂ, അല്ലെങ്കിൽ ഇത് പരിശോധനയല്ല. ഹല്ലേലൂയ. അപ്പൊ ഈ രണ്ടും കൂടി വരുമ്പോ നമുക്ക് പ്രഷറായി അകത്ത്. അവര് പറയും സെമിത്തേരി തരത്തില്ല, അവര് പറയും കല്യാണം നടത്തത്തില്ല. കഴിഞ്ഞ ദിവസം ഒരു സഹോദരനോട് യാത്ര ചെയ്യാൻ പോയപ്പോൾ ഈ സംസാരം ഉണ്ടായി. സെമിത്തേരി കിട്ടത്തില്ലെന്നാണ് പലരും പേടിപ്പിക്കുന്നത്. അപ്പോ ഞാൻ ആ ആളോട് പറയാറുള്ള കാര്യം, സെമിത്തേരി കിട്ടില്ലെങ്കിൽ നിങ്ങളുടെ നാട്ടില് നല്ലവരായ ക്രിസ്ത്യാനികളുണ്ടാവും, അവര് സെല്ല് മേടിച്ചിട്ടുണ്ടാവും. അവരോട് ചോദിച്ചാൽ അവര് തരുമല്ലോ. എന്നിട്ട് എക്സാമ്പിൾ ഞാൻ പറഞ്ഞു, ഇതാ എന്റെ ഒരു സഹോദരൻ വെച്ചാൽ അപ്പൻ ഒന്നാണ്, സ്വർഗസ്ഥ പിതാവ് ഒന്നാണ്. അങ്ങനെ സഹോദരൻ, ക്രിസ്തീയ സഹോദരൻ, ഒമാന്റെ ദേശത്ത് തന്റെ അവിടെയുള്ളവരാ ഈ എറണാകുളത്ത് അവരുടെ അപ്പം മരിച്ചപ്പോ ഈ പെന്തക്കോസ്ത് വിശ്വാസം ആയതുകൊണ്ട് വേറെ ആരും ശവക്കല്ലറ കൊടുത്തിട്ടില്ല. പക്ഷെ ഇവർക്ക് എറണാകുളം ശവക്കല്ലറില്ലോ. അപ്പൊ എന്നോട് ചോദിച്ചു, ബ്രദറെ അവരുടെ പാസ്റ്ററെ കൊണ്ട് വിളിപ്പിച്ചു. മാറാനാഥ സഭയിലെ ഒരു വ്യക്തി പാസ്റ്ററെ കൊണ്ട് വിളിപ്പിച്ചു. സെല്ലൊന്ന് കൊടുക്കുമോ, നിങ്ങൾക്ക് സെല്ലുണ്ടെന്ന് കേട്ടല്ലോ. ഞാൻ പറഞ്ഞു അതിനെന്തോ, ഇതൊരു പരോപകാരമല്ലേ, ഗുഡ്നെസ് എന്ന് പറയും, പരിശുദ്ധാത്മാവിന്റെ ഫലത്തിൽ ഒന്ന്. ഇത് അവർക്ക് സെല്ലിന്റെ കർത്താവിന്റെ കാരണയാ നമുക്ക് നാല് പേര് ഒരുമിച്ച് മരിച്ചാലും അടക്കാനുള്ള ക്രമീകരണം നമുക്ക്. ഇതാ സെല്ലിന് താക്കോല് കൊടുത്തു, അവരൊന്ന് അടക്കിയിട്ട് പോയി. ഇത് നമ്മുടെ കൂട്ടത്തിലുള്ളവർക്ക് പലർക്കും പേടിയാ, ഞങ്ങൾ ദൂരെയല്ലേ, അപ്പൊ അവിടെ മരിച്ചാൽ എന്ത് ചെയ്യും? അവിടെ ഇതുപോലെയുള്ള ആളുകളുണ്ടാവുന്നേ. ഡിനോമിനേഷൻ മുറുകെ പിടിക്കാതെ പരിശുദ്ധാത്മാവിന്റെ ഫലമുള്ള ആളുകൾ അവിടെ ഉണ്ടാവും. പരോപകാരം ചെയ്യുന്നവർ അവിടെ ഉണ്ടാവും. അവര് തരും. ഇൻ കേസ് തന്നില്ലയോ, നോ പ്രോബ്ലം. തിരുവനന്തപുരത്ത് എറണാകുളത്ത് എത്താൻ എത്ര നേരം വേണം? 5 മണിക്കൂർ അല്ലെ? വയനാട്ടിൽ എത്താൻ 6 മണിക്കൂർ, 7 മണിക്കൂർ, അത്രയല്ലേ ഉള്ളൂ. എന്താ പറയാ, ഒരു മൊബൈൽ ഫോൺ ചെറിയ ഇവിടെ എത്തിക്കുക, നമുക്ക് സുന്ദരമായിട്ട് നടക്കാമല്ലോ. എന്തിനാ പേടിക്കണേ? 5 മണിക്കൂർ പണം കൊടുത്താൽ പോരെ? ഇതിനു വേണ്ടി ഒരു ശവം അടക്കുന്നതിന് വേണ്ടി ആരെങ്കിലും നരകത്തിൽ എന്റെ ശവം നടക്കി കിട്ടിയാൽ ഞാൻ നരകത്തിൽ പോയാലും കുഴപ്പമില്ല. എന്റെ സഹോദരങ്ങളെ, ദൈവം നിങ്ങളെ സൃഷ്ടിച്ച് ഭൂമിയിലാക്കിയെങ്കിൽ നിങ്ങളെ എങ്ങനെ അവസാനിപ്പിക്കണമെന്ന് ദൈവത്തിനറിയാം. നമ്മൾ ഈ നല്ല പ്രവൃത്തി ആരംഭിച്ചത് പൂർത്തിയാക്കും. അത് ആത്മീയമായാലും ഭൗതികമായാലും. ഉത്തരവാദിത്തപ്പെട്ടുള്ള ഒരു പിതാവാണ് നമ്മൾ. അതുകൊണ്ട് അതിനെ ഓർത്തുന്ന ആരും ഭാരപ്പെടുകയോ ഭയപ്പെടുകയോ ഒന്നും വേണ്ട. അതൊക്കെ ജഡമാണ്. ഇനിയിപ്പോ നിങ്ങൾ ആരും കുഴിച്ചിട്ടില്ലെന്ന് വിചാരിച്ചോ, ശ്രദ്ധിച്ചേ, അയൽവക്കത്താരും എടുത്തു വന്നത് കുഴിച്ചിട്ടു. കാരണം അതിനുള്ള ഫെസിലിറ്റി ദൈവം നമ്മുടെ ശരീരത്തിൽ വെച്ചു. ഞാൻ പറയാതെ തന്നെ മനസ്സിലാകാൻ ചിന്തിക്കുന്നു, അല്ലേ? അപ്പോ അതിനെ ഓർത്തൊന്നും ഭാരപ്പെടേണ്ട, ഭയപ്പെടേണ്ട. ജഡം അതിന് യാതൊരു ലാഭവും ഇല്ലെന്ന് കർത്താവിന്റെ ഫ്ലഷ് പ്രോഫിറ്റ് നത്തിങ്. ആത്മാവാണ് ജീവൻ തരുന്നത്. അതുകൊണ്ട് ആത്മാക്കളുടെ പ്രവർത്തന രീതിയിലേക്ക് ദൈവപുത്രന്മാരുടെ പ്രവർത്തന രീതിയിൽ മനസ്സിലാക്കണം. അത് ദൈവം ത്രിയേകമായി പ്രവർത്തിക്കുകയാണ് ദൈവപുത്രന്മാരുടെ ജീവിതത്തിൽ. ക്രിസ്തുവിന്റെ ജീവിതത്തിലും അങ്ങനെയായിരുന്നു. അത് നാം മനസ്സിലാക്കണം. അത് ആർക്കെങ്കിലും മനസ്സിലാക്കണ്ട എന്നുണ്ടെങ്കിൽ എന്നോട് നേരിട്ട് പറ. അവരുടെ അറിവില്ലായ്മയാണ് ഞങ്ങൾക്ക് പറഞ്ഞു തരുന്നത്.
നമ്മളത് മനസ്സിലാക്കിയേ പറ്റൂ. ഇപ്പൊ ഞാൻ നിങ്ങളോട് പറയുന്ന വചനം എവിടെ നിന്ന് കിട്ടണേ? ഏതെങ്കിലും പുസ്തകം നോക്കി അടിച്ചിട്ടാണ്? അത് ഏതെങ്കിലും ദേവദാസന്റെ യൂട്യൂബിൽ നിന്നുള്ളത് എടുത്ത് കുറിച്ച് വെച്ചിട്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്? അല്ല, സ്വർഗസ്ഥ പിതാവ് തന്റെ ആത്മാവിനെ എന്റെ ഉള്ളിൽ പ്രകാശിപ്പിക്കുന്നു. അതേ ആത്മാവിനാൽ എന്നോട് നിങ്ങളോട് സംസാരിക്കുന്നു. അത് നിങ്ങളുടെ ഉള്ളിൽ വരുമ്പോൾ നിങ്ങൾക്ക് ആത്മാവായിട്ട് നിങ്ങൾക്ക് മനസ്സിലാകുമല്ലോ. നിങ്ങൾ വീണ്ടും ജനിച്ച ഇതിന് യോഗ്യത വളരെ ജീവനായിട്ട് ഉള്ളിൽ കത്താൻ തുടങ്ങും. പ്രിയ സഹോദരങ്ങളെ, ഇനി അടുത്തത്, അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ ഞാൻ നിരാകരിക്കുകയല്ല, തെറ്റായ കാര്യങ്ങളെ നിരാകരിക്കും. ഇനി അദ്ദേഹം പറഞ്ഞത്, കഴിഞ്ഞ സന്ദേശത്തില് തമിഴ്നാട്ടിൽ സ്ഥലം വാങ്ങിച്ചു, വയനാട്ടിൽ സ്ഥലം വാങ്ങിച്ചു, ഇടുക്കിയിൽ സ്ഥലം വാങ്ങിച്ചു എന്നൊക്കെയാണ് അദ്ദേഹം. ശ്രദ്ധിച്ചേ, അദ്ദേഹത്തിന്റെ വാക്കുകൾ. ഇനി സ്ഥലം വാങ്ങിക്കുന്നത് തെറ്റാണോ ഇന്ത്യൻ നിയമപ്രകാരം അല്ലെങ്കിൽ ദൈവത്തിന്റെ നിയമപ്രകാരം? നമ്മള് ശ്രദ്ധയോടെ മനസ്സിലാക്കും ഓരോരോ കാര്യം. എന്നിട്ട് അവിടെ കൃഷി ചെയ്യുന്നു. ദൈവത്തിന്റെ വചനം പറയുന്നത്, കൃഷി താല്പരനായ രാജാവ് എല്ലാവർക്കും ഒരു അനുഗ്രഹം. അപ്പോ സ്ഥലം വാങ്ങിച്ച് കൃഷി ചെയ്യുന്നതിന് അദ്ദേഹം വിരോധമാണെന്ന് മനസ്സിലാവും. ശ്രദ്ധിച്ചാട്ടെ, അമ്മയുടെ താലിമാല പണയം വെച്ച് ഒരു ദരിദ്ര കുടുംബത്തിൽ നിന്ന് പഠിക്കാനയച്ചൊരു വ്യക്തിത്വമാണ്. എന്നാൽ ഒരു ഹിന്ദു സഹോദരൻ യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയുക, തുടർന്ന് ഈ വിശുദ്ധ ബൈബിളിലെ വചനത്തിലൂടെ മത്തായി 6:33, മുമ്പേ ദൈവത്തിന്റെ രാജ്യത്വം നീതി അന്വേഷിക്കുക, അതോടുകൂടെ നീ അന്വേഷിക്കുന്ന എന്ത് തിന്നെ, എന്ത് കുടിക്കുക, എന്ത് കൊടുക്കുന്നു, എനിക്ക് ചേർത്ത് നൽകപ്പെടും എന്ന് വചനം എന്റെ ദൈവം എന്നോട് വളരെ വ്യക്തതയോടെ ഇടപെടുകയും അതനുസരിച്ച് ജീവിക്കുവാനും സ്വർഗത്തിലെ സഹായിക്കും. അപ്പോ എന്റെ ഭൗതിക അവസ്ഥയ്ക്ക് ദൈവം മാറ്റം തന്നു. കഴിഞ്ഞ 31 വർഷമായി ഇപ്പോഴും ഗൾഫിലെ ഒരു തൊഴിലാളിയാണ്. തൊഴിൽ ചെയ്യുവാൻ ദൈവം ഈ കൈകൾക്ക് ബലം. ഇന്നും ഒരു തൊഴിലാളിയുമാണ്, അപ്പോൾ തന്നെ ഒരു ഇൻവെസ്റ്ററുമാണ്. ദൈവം ആ ഒരു തലത്തിലേക്ക് മാറ്റി. പല സ്ഥാപനങ്ങളുടെ ഉടമയാണ്. പലതും ഞാൻ കൊടുത്തു. കാരണം അത്രയൊന്നും വേണ്ട, നോക്കാനുള്ള ടൈമില്ല. എന്തുകൊണ്ടാണ് കൊടുത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതിന്റെ ഇടയിൽ സ്വർഗത്തിൽ ദൈവം എന്നെ വിളിച്ച കോളിംഗ് എന്തെന്ന് ഞാൻ തിരിച്ചു. ദൈവത്തിന്റെ വായായിരിക്കും. അപ്പോ അധിക ബിസിനസ്സുകൾ ഓടിക്കാൻ പോയാൽ ദൈവത്തിന്റെ വായായിരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് പല ബിസിനസ്സുകൾ ഒഴിവാക്കി. പക്ഷെ ഇന്നും ഈ ലോകപ്രകാരം ഒരു ബിസിനസ്സുകാരനാണ്. അപ്പോൾ തന്നെ കർത്താവായി യേശു ചെയ്ത അതേ ഫാദേഴ്സ് ബിസിനസ് ചെയ്യുന്ന വ്യക്തിത്വമാണ്. ഇതാണ് ഫാദേഴ്സ് ബിസിനസ്സിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. കാരണം ദൈവത്തിന്റെ വചനം പറയുന്നു, നെറ്റിയിലെ വിയർപ്പ് കൊണ്ട് നീ ജീവിക്കണം. വീണുപോയ മനുഷ്യൻ ജീവിക്കേണ്ടത് അങ്ങനെയാണ്. ഉൽപ്പത്തി 3 മുതൽ. അപ്പോ അതിലൂടെ ദൈവവചനം സദൃശവാക്യത്തിൽ പറയുന്നു, മുമ്പേ നിന്റെ വയലിൽ വേല ചെയ്യുക, പിന്നത്തേതിൽ നിന്റെ ഭവനം പണിയുക. ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, വിശുദ്ധ ബൈബിൾ പറയുന്നത് പോലെ വേല ചെയ്യാത്തവൻ തിന്നുകയും അരുത്. വേല ചെയ്തു വേണം, നമ്മൾ അധ്വാനിച്ചു വേണം ജീവിക്കാൻ. വീഴ്ചയ്ക്ക് ശേഷമുള്ള വീണുപോയ മനുഷ്യരുടെ ദൈവം വെച്ച സിസ്റ്റമാണ്. അപ്പൊ ഈ സിസ്റ്റത്തിൽ ജീവിക്കുവാൻ ജോലി എടുക്കേണ്ട അത്യാവശ്യം. അപ്പൊ ഇതുമായുള്ള ബന്ധത്തിൽ കഴിഞ്ഞ സന്ദേശത്തിൽ രണ്ട് തരം നഗരങ്ങളെ കുറിച്ച് നാം മനസ്സിലാക്കി. സങ്കേത നഗരങ്ങളും
സംഭരണ നഗരങ്ങൾ. സങ്കേത നഗരങ്ങൾ കൊലപാതകികൾക്ക് ജഡ്ജ്മെന്റ് നടക്കുന്നത് വരെ ഒളിച്ചിരിക്കാൻ ഉള്ളതാണ്. എന്നാൽ സംഭരണ നഗരങ്ങൾ ദൈവം ജോസഫിന് കൊടുത്ത ജ്ഞാനത്തിന്റെ ഫലമായി ഒരു ക്രൈസിസ് വരുമ്പോ അവിടെ ദൈവിക ജ്ഞാനം ഉപയോഗിച്ച് രക്ഷപ്പെടാൻ കൊടുത്തതാണെന്നും നാം കേട്ടു. ഇത് അദ്ദേഹം പറഞ്ഞത് അന്ത്യകാലത്ത് വിൽക്കാനും വാങ്ങാനും പറ്റത്തില്ലെന്നാണ് അവര് പറയുന്നത്. കഴിഞ്ഞ സന്ദേശം നാം കേട്ടു. അത് ബൈബിളിലെ പിതാവിനോടും പുത്രനോടും കൂടി ചേർന്ന് നിൽക്കുന്ന അവരാണ് അങ്ങനെ പറയുന്നത്. എന്നാൽ പിതാവിനോടും പുത്രനോടും ചേർന്ന് നിൽക്കാത്തവർ അങ്ങനെ പറയുന്നു. അവർ എറർ സ്പിരിറ്റിനാൽ പിടിക്കപ്പെട്ടിട്ട് ആ ഭാഗം മിണ്ടുകയില്ല. ജനങ്ങളെല്ലാം ചതിക്കപ്പെട്ടു. ഈ വിശുദ്ധ ബൈബിളിൽ ഈ വചനങ്ങൾ എന്റെ ഹൃദയത്തിലേക്ക് ദൈവം തന്നു. എനിക്ക് മനസ്സിലായ ഒരു കാര്യമുണ്ട്. ഈ ലോകത്തിലെ ജഡജീവിതം കൊണ്ട് യാതൊരു പ്രയോജനവും. പിന്നെ എന്താണ് ഈ ലോകത്തിലെ ജഡജീവിതം? ഇതൊരു പരീക്ഷ മാത്രമാണ്, ദൈവം അനുവദിച്ച പരീക്ഷ. യഥാർത്ഥ നമ്മുടെ ജീവിതം ദൈവപുത്രന്മാരായ ആത്മജീവിതമാണ്. അതുകൊണ്ട് ഇവിടെ പരീക്ഷയുണ്ട്. പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അവൻ കൊള്ളാവുന്നവനായി തെളിഞ്ഞ ശേഷം ദൈവം ഒരുക്കുന്ന കിരീടം പ്രാപിക്കും. എനിക്ക് ജീവിതത്തിന്റെ അർത്ഥം ദൈവം പറഞ്ഞു. ഇവിടെ നമുക്ക് ദൈവം അല്പമേ അല്പത്തിൽ വിശ്വസ്തനായാൽ അടുത്ത ഫേസിൽ ദൈവപുത്രന്മാരുടെ ജീവിതത്തിൽ നമുക്ക് ദൈവം അധികത്തിന് നമ്മളെ വിചാരകന്മാരാണ്. അവിടെ മരണമില്ല, ഇവിടെ മരണം. അപ്പൊ ഇത് മനസ്സിലാക്കി തന്നപ്പോൾ എന്താണ് ദൈവം ഇവിടെ ചെയ്യുന്നത്? ദൈവം ക്രിസ്തുവിലൂടെ തന്റെ പുത്രന്മാരെ ഒരുക്കുകയാണ്. തന്റെ ഒരേ ഒരു മകനാണ് ക്രിസ്തു. ആ ഏകജാതനായ ക്രിസ്തുവിലൂടെ ക്രിസ്തുവിനെ ആദ്യജാതനാക്കിക്കൊണ്ട് ക്രിസ്തുവിന്റെ അനിയന്മാരായി സഹോദരങ്ങളായി അനേക കുഞ്ഞുങ്ങളെ ദൈവം ഒരുക്കുകയാണ്. അതിനുവേണ്ടി സ്വർഗത്തിലെ ദൈവം തൽക്കാലത്തേക്ക് ഭൂമിയിൽ ഒരു പരീക്ഷ സെറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ ഒരു പക്ഷേ എന്നെ കേൾക്കുന്ന നിങ്ങൾക്ക് ദൈവം അങ്ങനെ ചെയ്തിട്ടുണ്ട് എന്നുള്ളതിന്റെ എന്താണ്, അങ്ങനെ ദൈവം ചെയ്യുകയാണോ എന്നുള്ളതിനൊരു ചോദ്യം ഉണ്ടാകും. ദൈവം എന്താണ് ചെയ്യുന്നതെന്ന് അറിയാൻ പാടില്ലാത്തത് കൊണ്ടാണ് നമ്മളിൽ നല്ലൊരു പങ്കും തെറ്റിപ്പോകും. ഹെബ്രായ ലേഖനം 2-ാം അധ്യായം 10-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ ദൈവം ചെയ്യുന്നത് എന്താണെന്ന് അവർ എഴുതിയിട്ടുണ്ട്. ഇതാണ് ദൈവ ഇഷ്ടം. ദൈവ ക്രിസ്തുവിലൂടെ തന്റെ പുത്രന്മാരെ ഒരുക്കുകയാണ്. ഹെബ്രായ ലേഖനം 2:10 ആരെങ്കിലും വായിക്കാൻ തയ്യാറുള്ളവരുണ്ടെങ്കിൽ വായിക്കും. സകലത്തിനും ലാക്കും സകലത്തിനും കാരണഭൂതനുമായവൻ അനേകം പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തുമ്പോൾ അവരുടെ രക്ഷാനായകനെ കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞവനാക്കുന്നത് യുക്തമായിരുന്നു. ശ്രദ്ധിച്ചാട്ടെ, ഇവിടെ ദൈവം എന്താ ചെയ്യണേന്ന് വളരെ വ്യക്തതയോടെ ബൈബിൾ പറയുകയാണ്. നമ്മൾ ആദ്യം ഇതറിയണം. ഇതറിയാതെ തർക്കിക്കാൻ പോയിട്ട് വല്ല കാര്യമുണ്ടോ? ദൈവം ചെയ്യുകയാണ്. സകലത്തിനും ലാക്ക് സകലത്തിനും കാരണഭൂതനുമായവൻ. അതാരാണ്? സ്വർഗസ്ഥ പിതാവ്. സ്വർഗസ്ഥ പിതാവിനെയാണ് കാരണഭൂതൻ എന്ന് പറയുന്നത്. യേശുക്രിസ്തുവിനെയാണ് മുഖാന്തരം എന്ന് പറയുന്നത്. ഹല്ലേലൂയ. സകലത്തിനും ലാക്കും കാരണഭൂതനുമായവൻ അനേക പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തുമ്പോൾ അപ്പൊ ദൈവം എന്താ ചെയ്യണേ? അനേക ദൈവപുത്രന്മാരെ ഒരുക്കുകയാണ്, തേജസ്സിലേക്ക് എത്തിക്കുകയാണ്. അവരുടെ രക്ഷാനായകൻ അതാരാണ്? യേശുക്രിസ്തു. കർത്താവായ യേശു ക്രിസ്തു. ആ യേശുവാണ് മുഖാന്തര രക്ഷാനായകനെ കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞവനാക്കുന്നത് യുക്തമായിരുന്നു. അപ്പോ യേശുവാണ് നമ്മുടെ രക്ഷാനായകൻ. യേശുവാണ് നമ്മളെ വിശദീകരിക്കുന്നത്. ഇതുകൊണ്ടാണ് താഴെ എഴുതിയിരിക്കുന്നത്. താഴേക്ക് വായിച്ചു. വിശുദ്ധീകരിക്കുന്നവനും വിശുദ്ധീകരിക്കപ്പെടുന്നവർക്കും എല്ലാം ഒരുവനല്ലോ പിതാവ്. അത് ഹേതുവായി അവൻ അവരെ സഹോദരന്മാർ എന്ന് വിളിപ്പാൻ ലജ്ജിക്കാതെ. ഇവിടെ ദൈവത്തിന്റെ വചനം പറയാണ്, ഈ രക്ഷാനായകനെ യേശുവാണ് നമ്മൾ വിശദീകരിക്കുന്നത്. വിശദീകരിക്കുന്ന യേശുവിനെ വിശദീകരിക്കപ്പെടുന്ന നമുക്കും ഒരാളാണ് അപ്പൻ. രണ്ടുപേർക്ക് അപ്പൻ ഒരാളാണ്. സ്വർഗസ്ഥ പിതാവാണ് അപ്പൻ.
അപ്പൊ നമ്മളുടെ തെറ്റായ വിശ്വാസം കൊണ്ടുപോയി മോനെ പിടിച്ച് അപ്പനാക്കി, അപ്പനെ പിടിച്ച് മോനാക്കിയത് ഈ വചനമൊക്കെ ക്യാൻസൽ ചെയ്ത് കളയേണ്ടി വരും. ഹല്ലേലൂയ. വിശദീകരിക്കുന്ന ക്രിസ്തുവിന് വിശദീകരിക്കപ്പെടുന്നത് നമുക്കും ഒരുവനാണ് അപ്പൻ. ഇതുകൊണ്ടാണ് യേശു ക്രിസ്തു മഗ്ദലക്കാരി മറിയോട് പറയുന്നത്, മറിയെ ഉയർത്തെഴുന്നേറ്റ് ഞാൻ ഇതുവരെ പിതാവിന്റെ അടുത്ത് കടന്നു പോയിട്ടില്ല. എന്റെ പിതാവും നിങ്ങളുടെ പിതാവും എന്റെ ദൈവവും നിങ്ങളുടെ ദൈവവും അവന്റെ അടുത്ത് ഞാൻ ഇതുവരെ പോയിട്ടില്ല എന്ന് പോയി നീ പോയി ഇതാ എന്റെ ശിഷ്യന്മാരോട് പറയാനല്ല പറഞ്ഞേ, എന്റെ സഹോദരന്മാരോട് പോയി പറ. ഇവിടെയും പറയുന്നു വിശദീകരിക്കുന്നതിന് വിശദീകരിക്കപ്പെടുന്നവർക്ക് എല്ലാം ഒരുവനല്ലോ പിതാവ്. അത് കാരണം അത് ഹേതുവായി അവൻ നമ്മളെ സഹോദരന്മാർ, യേശു ക്രിസ്തു നമ്മളെ സഹോദരന്മാർ എന്ന് വിളിക്കാൻ ലജ്ജിക്കുന്നില്ല. അപ്പൊ നമ്മൾ യേശുവിന്റെ സഹോദരന്മാരായ അവസാനം മാറുകയാണ്, ജഡത്തിലല്ല ആത്മാവിൽ വരുമ്പോ. ഹല്ലേലൂയ. ജഡത്തിൽ നമ്മൾ അന്യപ്പെട്ടു പോയി, ദൈവ കുടുംബത്തിൽ മരിച്ചുപോയി. ആത്മാവിൽ പുതിയ സൃഷ്ടിയിൽ നാം ക്രിസ്തുവിന്റെ സഹോദരങ്ങളാണ്. ഇതാണ് റോമ 8:29 പറയുന്നത്, ദൈവം തന്റെ പുത്രൻ അനേക സഹോദരന്മാരിൽ ആദ്യ ജാതനാകേണ്ടതിന് അവന്റെ സ്വരൂപത്തോട് അനുരൂപമാകുവാൻ, ക്രിസ്തുവിന്റെ സ്വരൂപത്തോട് നാം അനുരൂപമാകുവാൻ മുൻ നിയമിച്ചിരിക്കുന്നു. ഏത് സ്വരൂപം? ആത്മസ്വരൂപം. ഹല്ലേലൂയ. എന്റെ പ്രിയ കുഞ്ഞുങ്ങൾ, ഇത് തിരിച്ചറിയ. ഈ ബൈബിൾ സത്യങ്ങളൊക്കെ നമ്മൾ കണ്ടില്ല കേട്ടില്ല എന്ന് നടിക്കരുത്. നമ്മൾ ഒരു കാര്യം പറയുമ്പോൾ നമ്മൾ ബൈബിളിലെ ആ വെച്ചിരിക്കുന്ന നിബന്ധനകളെ, വചനങ്ങൾ ഇടിച്ച് താഴെയിട്ട് പോകരുത്. ഈ സ്റ്റണ്ട് സിനിമയില് റോഡില് കുറെ ബാരിക്കേഡൊക്കെ വെച്ചിട്ടുണ്ട്. സ്റ്റണ്ട് സിനിമയില് വണ്ടി ഓടിക്കുന്ന ആൾക്ക് ഇതൊന്നും നോട്ടമൊന്നുമില്ല, എല്ലാം ബാരിക്കേഡ് ഇടിച്ച് തെറിപ്പിച്ചാ പോണേ. പക്ഷേ ശ്രദ്ധിച്ച്, അതുപോലെ എന്തെങ്കിലും ഒളിമ്പിക്സ് അല്ലെങ്കിൽ ഏഷ്യാഡ് മത്സരം, അതിൽ വെച്ച വ്യവസ്ഥകളെ തെറ്റിച്ച് നമ്മൾ അവസാനം ഓടിയെത്തിയതുകൊണ്ട് കാര്യമില്ല, സമ്മാനം കിട്ടില്ല. ബൈബിളിലെ ഒരു വചനം ഇടിച്ച് താഴെ ഇടരുത്. ഒരു വചനം ബൈബിൾ ശ്രദ്ധിക്കുക, ബൈബിൾ വ്യാഖ്യാനിക്കുന്നത് ശ്രദ്ധിക്കുക. ബൈബിളിലെ ഒരു വചനം മറ്റൊരു വചനത്തെ എതിർക്കത്തില്ല. ഇത് നമ്മളുടെ വ്യാഖ്യാനം മുഴുവൻ ഒരു വചനം വേറൊരു വചനത്തെ എതിർക്കുന്നതാണ്. ബൈബിൾ ഒരിക്കലും അങ്ങനെ ചെയ്യത്തില്ല. 2 or 3 പേരുടെ സാക്ഷ്യം മൊഴിയാൽ ഏതൊരു കാര്യം ഉറപ്പാക്കാം. യഹോവയുടെ പുസ്തകത്തിൽ അന്വേഷിച്ച് വായിച്ചു നോക്ക്, അതിൽ എണയില്ലാതിരിക്കത്തില്ല. ശത്രുവിനെ അല്ല അതിൽ കാണുന്ന, എണ്ണകളെ കാണുകയുള്ളൂ. നമ്മൾ ബൈബിളിൽ ശത്രുവിനെ കണ്ടിട്ട് അത് ആ ശത്രുവിനെ ഒരു ഡിനോമിനേഷൻ ഉണ്ടാക്കി, വേറെ പേര് അതിനെ എതിർത്ത് നിൽക്കുന്ന വേറെ കുറച്ച് വചനം കണ്ട വേറൊരു ഡിനോമിനേഷൻ ഉണ്ടാക്കി, എന്നിട്ട് അവര് തമ്മിൽ ഡിബേറ്റ്. എന്റെ പ്രിയ കുഞ്ഞുങ്ങളെ, ഡിബേറ്റ് വെക്കുമ്പോൾ എപ്പോൾ ശ്രദ്ധിക്കുക, ഞാനും തയ്യാറാ ഡിബേറ്റിന്. പക്ഷെ നിങ്ങൾ പറയുന്ന ട്രിനിറ്റിയും ഏകത്വവും ബഹുത്വവും സ്നാനവും ഒന്നുമല്ല എന്റെ വിഷയം. തയ്യാറാണ് ആരെങ്കിലും ഉണ്ടെങ്കിൽ കമോൺ, ദ വിൽ ഓഫ് ഗോഡ്, ദൈവ ഇഷ്ടം എന്ന സബ്ജക്റ്റിൽ ഡിബേറ്റ് ചെയ്യും. കാരണം അത് പ്രയോജനമുണ്ട്. കാരണം എന്നെ കർത്താവ് എന്ന് പറയുന്ന ഏവനും വല്ല സ്വർഗ്ഗാധികരുത്. യേശു പറഞ്ഞില്ലേ, എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നതിനെ സ്വർഗ്ഗാധികരുള്ളൂ. പ്രയോജനമുള്ളതിന് മാത്രമേ എന്റെ സമയം കളയാൻ എനിക്ക് താല്പര്യമുള്ളൂ. അല്ലാണ്ട് പ്രയോജനമില്ലാത്ത ട്രിനിറ്റിയും ഏകത്വവും ബഹുത്വവും പിതാവിന്റെ നാമം, പിതാവ് മുതൽ പരിശുദ്ധാത്മാവിനാമത്തിനാണ്, യേശുനാഥന, ഇതൊക്കെയല്ല. ഇതൊക്കെ നമ്മൾ അറിഞ്ഞാൽ നല്ല കാര്യം, പക്ഷെ ഇതിലേക്കല്ല നമ്മൾ ഓടേണ്ടേ. ദി വിൽ ഓഫ് ഗോഡ്, അതാദ്യം മനസ്സിലാക്കുക. കാരണം അതാണ് സ്വർഗ്ഗരാജ്യത്തിൽ പ്രവേശിക്കാനുള്ള വിസ. എന്നെ കർത്താവ് എന്ന് പറയുന്ന ഏവനും പോലെ എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നതിന് സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുകയുള്ളൂ. അപ്പോ കാര്യത്തിലേക്ക് കടക്കട്ടെ. സമയമായല്ലോ. നമുക്ക് കയറി പോയി കഴിഞ്ഞാൽ പറയാനുള്ള ടൈം കുറവാണ്. എങ്കിലും വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായം, ഈ സ്ഥലം മേടിച്ച കാര്യങ്ങളൊക്കെ അദ്ദേഹം പറഞ്ഞു കേട്ടിട്ടില്ലേ? യോസഫിന് സ്ഥലം വെറുതെ കൊടുക്കാൻ രാജാവുണ്ടായി. എനിക്ക് അങ്ങനെ തരാൻ ആരും ഉണ്ടായി? പണിയെടുത്ത് മേടിക്കണ്ടോ? മനസ്സിലായെന്ന് ചിന്തിക്കുന്നു. പഴയ മുതൽ യോസഫിനെ ഈജിപ്ത് മുഴുവൻ സ്ഥലം കൊടുക്കാൻ ആളുണ്ടായി. എനിക്ക് അങ്ങനെയൊന്നും ഇല്ലാത്തതുകൊണ്ട് പണിയെടുത്ത് മേടിക്കണ്ടായിരുന്നു. അല്ല, കുഴപ്പമില്ല, ദൈവം എല്ലാത്തിനും വഴിയുണ്ട്. വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായം 15, 16, 17 വാക്യങ്ങളെ ശബ്ദം ഉയർത്തി വായിച്ചാണ് അന്ത്യകാലം സംഭവിക്കാൻ പോകുന്നത് എന്താണെന്ന് വിശുദ്ധ ബൈബിൾ എഴുതിയിരിക്കുന്നത് വായിക്കാം. മൃഗത്തിന്റെ പ്രതിമ സംസാരിക്കേണ്ടതിനും മൃഗത്തിന്റെ പ്രതിമയെ നമസ്കരിക്കാത്തവരെയൊക്കെയും കൊല്ലിക്കേണ്ടതിനും മൃഗത്തിന്റെ പ്രതിമയ്ക്ക് ആത്മാവിനെ കൊടുപ്പാൻ അതിന് ബലം ലഭിച്ചു. അതിനൊക്കെ കള്ളപ്രവാചകൻ കേട്ടോ, കള്ളപ്രവാചകൻ ഒരു ഗണം ഉണ്ടാകാം ചിലപ്പോ, കള്ളപ്രവാചകന്മാരുടെ അതിന് ബലം കിട്ടി.
അത് ചെറിയവരും വലിയവരും, സമ്പന്നന്മാരും ദരിദ്രന്മാരും, സ്വതന്ത്രന്മാരും ദാസന്മാരുമായ എല്ലാവർക്കും വലങ്കൈമേലോ നെറ്റിയിലോ മുദ്ര കിട്ടുമാറും മൃഗത്തിന്റെ പേരോ പേരിന്റെ സംഖ്യയോ ആയ മുദ്രയുള്ളവനല്ലാതെ വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യുവാൻ വഹിയാതെയും ആക്കുന്നു. അപ്പോ ഇത് ബൈബിളിൽ എഴുതിയിരിക്കുന്നതാണ്, അത് വ്യക്തമായി മനസ്സിലാക്കുക. ഇത് കൊടുത്തത്, ഈ സന്ദേശം കൊടുത്തത് പിതാവായ ദൈവമാണ്. കൊടുത്തത് കർത്താവായ യേശു, വെളിപ്പെടുത്തി കൊടുത്ത കർത്താവായ യേശുവിനാണ്. യേശു ക്രിസ്തു അത് കൊടുത്തത് യോഹന്നാനാണ്. യോഹന്നാൻ അത് എഴുതി തന്നത് സഭയ്ക്കാണ്. സഭയിൽ നമ്മൾ ഓരോരുത്തരും പല കൈകൾ മറിഞ്ഞു എത്തിയ സന്ദേശമാണ്. ആരംഭിച്ച സ്വർഗസ്ഥ പിതാവിൽ നിന്ന് ഉറപ്പിക്കാമല്ലോ അല്ലെ? കഴിഞ്ഞ സന്ദേശം വായിച്ചെങ്കിലും പലർക്കും അറിവില്ല. യേശു ക്രിസ്തുവിന്റെ വെളിപ്പാടെന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തുവിൽ നിന്ന് ആരംഭിക്കുന്നതല്ല ഇത്. യേശുവിൽ നിന്നൊന്നും ആരംഭിക്കുന്നുമില്ല. എല്ലാം ആരംഭിക്കുന്നത് പിതാവിൽ നിന്നാണ്. അതിന്റെ 1-ാം വാക്യം വായിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും, യാക്കോബ് ലേഖനത്തിൽ നമുക്ക് കാണാനായിട്ട് കഴിയും. എല്ലാം ആരംഭിക്കുന്നത്, അതായത് എല്ലാം നല്ലതാനോ തികഞ്ഞവരോ ഒക്കെ ഉയരത്തിൽ നിന്ന് വെളിച്ചങ്ങളുടെ പിതാവിൽ നിന്ന് ആരംഭിക്കുന്നത്. എല്ലാം ആരംഭിക്കുന്ന പിതാവിൽ നിന്ന്. പിതാവിൽ നിന്ന് ആരംഭിക്കുന്നതാണ് ഈ സന്ദേശം. 1-ാം വാക്യം വായിച്ച വെളിപ്പാട്. യേശു ക്രിസ്തുവിന്റെ വെളിപ്പാട്. വേഗത്തിൽ സംഭവിപ്പാനുള്ളത് തന്റെ ദാസന്മാരെ കാണിക്കേണ്ടതിന് ദൈവം അത് അവന് കൊടുത്തു. യേശു ക്രിസ്തുവിന്റെ വെളിപ്പാടെന്ന് പറയുന്നുവെങ്കിലും അത് വെളിപ്പെട്ടത് യേശുവിനാണ്. അത് കൊടുത്തതാരാണ്? തന്റെ അപ്പനായ സ്വർഗസ്ഥ പിതാവാണ്. ദൈവം അത് ക്രിസ്തുവിന് കൊടുത്തു. താഴേക്ക്. അവൻ അത് തന്റെ ദൂതൻ മുഖാന്തരം അയച്ച് തന്റെ ദാസനായ യോഹന്നാന് പ്രദർശിപ്പിച്ചു. ശ്രദ്ധിച്ചാടെ, ക്രിസ്തു അവൻ അത് തന്റെ ദൂതൻ മുഖാന്തരം അയച്ച് തന്റെ ദാസനായ യോഹന്നാന് കൊടുത്തു. യോഹന്നാനോ അത് സഭയെ അറിയിച്ചു. അപ്പോ അങ്ങനെ സഭയെ അറിയിച്ചപ്പോ യോഹന്നാനെ പോലെയുള്ള ആളുകൾ ഇന്നില്ലാത്തതുകൊണ്ട് ഈ സഭയെ അറിയിക്കുന്നു. ഉള്ളവർക്കായി. അപ്പോ സ്വർഗസ്ഥ പിതാവ് തന്റെ ദാസന്മാരെ കാണിക്കാൻ കൊടുത്തിരിക്കുന്ന സംഭവമാണ്. പക്ഷെ ഇവിടെ തന്റെ ദാസന്മാർക്ക് അറിയുന്നു. ഇതറിയണം. ഇത് തന്റെ ദാസന്മാർ കേട്ടാൽ പറഞ്ഞു അവര് പറഞ്ഞു. അപ്പൊ ഞങ്ങൾ ആരുടെ കൂട്ടത്തിലില്ല? സ്വർഗസ്ഥ പിതാവിന്റെയും ക്രിസ്തുവിന്റെയും കൂട്ടത്തിലില്ല. അവര് വേറെ, ഞങ്ങൾ വേറെ. ശരിയായിരിക്കും. ഒരു എന്തിനാണ് നമ്മൾ ഇത് അറിയിക്കുന്ന കാര്യം? എന്താ മക്കളെ, ഇങ്ങനെ ഒരു ഡേഞ്ചറസ് സിറ്റുവേഷൻ വരും. ലോക ആരംഭം മുതൽ ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത, ഇനി ഒരിക്കൽ കാണാത്തതുമായ വലിയ ഒരു കഷ്ടത്തിന്റെ ഒരു പീരീഡ് വരും. ഇനി നിങ്ങൾക്ക് വേണ്ടി ഞാനത് ചുരുക്കിയിട്ടിരിക്കുക. ഒരു കൊച്ചു പീരീഡ് വരും. വൃതന്മാർ നിമിത്തം ആ പീരീഡ് ചുരുക്കിയിട്ടിരിക്കുക. അല്ലെങ്കിൽ ഒരു ജഡവും രക്ഷപ്പെടത്തില്ല. അപ്പൊ ജഡമുണ്ട് അവിടെ. അപ്പൊ നമുക്ക് ജഡമുണ്ട്. അപ്പൊ ജഡത്തിന്റെ മേലൊരു ഉപരോധം വരും. ഉപരോധം. ഈ യുദ്ധത്തിന്റെ തന്ത്രമാണ് ഈ ഉപരോധം. സീജ് ഏർപ്പെടുത്തുക എന്ന് പറയും. ഉപരോധം അറിയാൻ പാടില്ലാത്തവരുണ്ടെങ്കിൽ ഈ നാളുകളിൽ ഇസ്രായേൽ ഗാസ യുദ്ധം വായിച്ചു നോക്കിയാൽ ഉപരോധം എങ്ങനെയെന്ന് അറിയാം. എവിടെയാണോ ഉപരോധം ഏർപ്പെടുത്തുന്നത് അങ്ങോട്ടേക്ക് വെള്ളം കട്ട് ചെയ്യും, മരുന്ന് കട്ട് ചെയ്യും, ഫുഡ് കട്ട് ചെയ്യും, ഇലക്ട്രിസിറ്റി കട്ട് ചെയ്യും. അങ്ങോട്ടേക്കുള്ളതെല്ലാം കട്ട് ചെയ്യും. കട്ട് ചെയ്യുമ്പോൾ സംഭവിക്കും, മനുഷ്യന് വിശക്കാൻ തുടങ്ങും. ഇലക്ട്രിസിറ്റി ഇല്ലാതെ ആകുമ്പോൾ ആളുകൾ വെള്ളം ഉണ്ടാകും. വെള്ളം ഇല്ലാണ്ടാകുമ്പോൾ വെള്ളം ഉണ്ടാകും. എല്ലായിടത്തേക്കും ഫോട്ടോ എടുത്ത് അയക്കും, ഞങ്ങൾക്ക് വെള്ളമില്ലേ, ഞങ്ങൾക്ക് ഭക്ഷണം കഴിക്കാനില്ലേ. അപ്പൊ ആളുകളെ കൂടെ അളകും. അപ്പോ ശ്രദ്ധിച്ചേ, അപ്പോ എന്താ ചെയ്യണേ? ഉപരോധം ഏർപ്പെടുത്തിയിട്ട് ഇവരെ പ്രസ് ചെയ്യ, ഞെരുക്കുകയാണ്. ഈ മാർക്ക് ഓഫ് ദ ബീസ്റ്റിന് ഇതാണ് മൃഗത്തിന്റെ മുദ്ര. സംഖ്യയോ ഉള്ളവനല്ലാതെ വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യാൻ കഴിയും. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഇത് ബൈബിളിലെ സത്യമാണ്. പിതാവായ ദൈവം തന്റെ ദാസന്മാരെ അറിയിക്കുകയാണ്. പക്ഷെ ഇന്നത്തെ ദാസന്മാരെ അറിയിക്കുന്നത് വിരളമാണെന്ന് ഈ പറഞ്ഞതിന്റെ അർത്ഥം. കാരണം അവര് ദൈവത്തിന്റെ വായല്ല, അത് സംഘടനയുടെ വായ. യേശുവെ പോലെ ദൈവത്തിന്റെ വായ, യോഹന്നാനെ പോലെ ക്രിസ്തുവിന്റെ അവയവം. അവര് മിണ്ടുന്നില്ല. സഭകളെ പറയാൻ വേണ്ടിയാണ്, ദാസന്മാരെ അറിയാൻ വേണ്ടിയാണ് ദൈവം അയച്ചത്. പക്ഷെ മിണ്ടുന്നില്ല. ആരെങ്കിലും മിണ്ടിയാൽ അവനെ ഒറ്റപ്പെടുത്തി. അവൻ അങ്ങനെ പറഞ്ഞേക്കൂ. അവര് പറഞ്ഞു. അവരെ? സ്വർഗസ്ഥ പിതാവും കർത്താവായ യേശു യോഹന്നാനും
യേശുവിന് യോഹന്നാന് വെളിപ്പെടുത്ത ദൂതനും കൂടെ ഷാജി ബ്രദറും കൂടെ അങ്ങനെ പറയുന്നേ. സന്തോഷമുണ്ട് എന്നെ അവരുടെ കൂട്ടത്തിൽ കൂട്ടിയത്. അവരങ്ങനെ പറയും, അവരങ്ങനെ പറയും. അവർക്ക് മാറ്റമൊന്നും വരില്ല. പിന്നെ അവര് പറഞ്ഞ വീട് സംഭവിച്ചില്ല. ആകാശം മാറും, ഭൂമി മാറും. അതാ പറഞ്ഞില്ലേ, എന്റെ വചനത്തിന് യാതൊരു മാറ്റം. അപ്പൊ ഇത് എന്താണ് സംഭവം? അവസാനം ദൈവമക്കളെ കുരുക്കുവാനുള്ള ഉപരോധമാണ്, യുദ്ധതന്ത്രമാണ്. ഇത് സ്പിരിച്വൽ ആത്മീക യുദ്ധതന്ത്രമാണ്. ഇതിൽ 2 സ്റ്റെപ്പ് ഉണ്ട്. ആദ്യത്തേത് ഉപരോധമാണ്. വാങ്ങാനും വിൽക്കാനും പറ്റില്ല. അരി വാങ്ങണ്ടേ, ഗോതമ്പ് വാങ്ങണ്ടേ, വെള്ളം വാങ്ങണ്ടേ, ഗ്യാസ് വാങ്ങണ്ടേ? നമ്മള് പണ്ടത്തെ സിസ്റ്റത്തിൽ നിന്നൊക്കെ നമ്മളെ വലിച്ചുകൊണ്ട് പോയി. എല്ലാം ഓൺലൈനിൽ കൂടെ കയറ്റി. ഇപ്പൊ വിതയ്ക്കാൻ അറിയാവുന്ന വല്ലതുണ്ടോ? പണ്ടത്തെ സിസ്റ്റം, നെറ്റിയിലെ എയർപോർട്ട് കഴിക്കാൻ കർത്താവ് തന്നെ ഏർപ്പാടാക്കിയ സിസ്റ്റമാണ്. അനുസരണം കേട്ട മക്കൾക്ക് പിശാചിനനുസരിക്കാൻ പോയിട്ട് കഷ്ടത്തിലായത്. വിതയ്ക്കാൻ അറിയുന്ന വല്ലവരുണ്ടോ? കൊയ്യാൻ അറിയുന്നവരുണ്ടോ? നെറ്റിയിലെ എയർപോർട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ചിന്തിക്കുന്ന ഫാക്ടറി പോയി പണിയെടുത്തിട്ടാ അല്ലെ? ഫാക്ടറി പോയി പണിയെടുത്തിട്ട് അവിടെ നിന്ന് എന്തെങ്കിലും കുറച്ച് പൈസ കിട്ടി. കുഞ്ഞെ ആ പൈസ കൊണ്ട് സൂപ്പർ മാർക്കറ്റ് ചെല്ലുമ്പോ അവര് പറയും, ചേച്ചി പൈസ എടുക്കുന്നില്ല കേട്ടാ, എല്ലാം ഓൺലൈനാണ്, എല്ലാം ഓൺലൈനാണ്. ചേച്ചിയുടെ മുദ്രയുണ്ടാ? ഇല്ല. എങ്കിലും ജോസഫാറെ വീട്ടില് കുഞ്ഞുങ്ങള് വിശന്നിട്ട് അവർക്ക് അറിയാം. എന്ത് ചെയ്യാനാ ചേച്ചി, നിയമം മാറിയില്ലേ? മുദ്രയുള്ളവനെ വാങ്ങാനും വിൽക്കാനും പറ്റും എന്ന് പറയുമ്പോ ചേച്ചി അവിടെ നിന്നുകൊണ്ട് വേർത്തിട്ട് കാര്യമില്ല. ദൈവത്തിന്റെ വചനം പറയുന്നു, ജ്ഞാനിയായവൻ അപകടം കണ്ട് ഒഴിഞ്ഞു മാറും. വിഡി ഘോഷൻ അതിലേക്ക് ചെന്ന് ചേർന്നു. പ്രിയ സഹോദരങ്ങളെ, ദൈവത്തിന്റെ വചനം പറയുന്നു, ഇവിടെ ജ്ഞാനം കൊണ്ട് ആവശ്യം. എന്റെ തൊട്ട് താഴെ എഴുതിയിരിക്കുകയാണ് എന്റെ 17-ാം വാക്യത്തിൽ. അതായത് 17-ാം വാക്യം പറയുന്നു, മൃഗത്തിന്റെ പേരോ പേരിന്റെ സംഖ്യയായ മുദ്രയുള്ളവനല്ലാതെ വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യാൻ കഴിയാതെ ആകുന്നു. ഇവിടെ ജ്ഞാനം കൊണ്ട് ആവശ്യം. ഇവിടെ ജ്ഞാനം കൊണ്ട് ആവശ്യം. അപ്പൊ ഇവിടെ പൈസ കൊണ്ട് കാര്യമൊന്നുമില്ല. ദൈവത്തിന് വളരെ വ്യക്തതയോടെ പറഞ്ഞു, ഇവിടെ വേണ്ടത് ജ്ഞാനം. ജ്ഞാനം കൊണ്ടാണ് ആവശ്യം. നമുക്ക് കൂടുതലായിട്ട് അടുത്ത സന്ദേശം ചിന്തിക്കാമെങ്കിലും ഞാൻ 1-2 കാര്യങ്ങൾ തൊട്ട് പോകാം. ജോസഫിനെ കുറിച്ച് നാം കഴിഞ്ഞ സന്ദേശം തൊട്ടായിരുന്നു. ഫറവോ പറയുന്നുണ്ട്, ദൈവാത്മാവുള്ള ഈ മനുഷ്യനേക്കാൾ ജ്ഞാനി വേറെ ആരാണ്? ദൈവത്തിന് പറയുന്നു, ഉറുമ്പ് ചെറുതെങ്കിലും വളരെ ജ്ഞാനമുള്ളത്. അത് വേനൽക്കാലത്ത് തന്റെ ആഹാരം ശേഖരിക്കുന്നു, ആഹാരം ഒരുക്കുന്നു. കൊയ്ത്ത് കാലത്തിന്റെ ആഹാരം ശേഖരിക്കുന്നു. പ്രിയ സഹോദരങ്ങളെ, ഇത് നാം വ്യക്തതയോടെ മനസ്സിലാക്കി എങ്ങനെ ജയം പ്രാപിക്കാൻ കഴിയും. അന്ത്യകാലത്ത് നമ്മളെ ജഡത്തിൽ ഒരു ഞെരുക്കം ഞെരുക്കി. എന്തിനാണെന്നറിയാമോ? ദൈവരാജ്യം എന്ന സിലബസ്, ദൈവത്തിന്റെ ഇഷ്ടം, ദൈവം എന്താണ് ചെയ്യുന്നതെന്ന് നമ്മളെ അറിയിച്ച് കഴിഞ്ഞാൽ അതാണ് സിലബസ്. സ്കൂളിലൊക്കെ സിലബസ് വന്നു കഴിഞ്ഞാൽ പരീക്ഷ. അതേപോലെ ഒരു പരീക്ഷ ദൈവം നമ്മളെ അനുവദിക്കും.
കാരണം ഇതുവരെ ഈ ലോക സിസ്റ്റത്തിൽ തന്നെ മുഴുകി 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 ഇച്ചിരി കൂടി കൂടുതൽ സാലറി കിട്ടിയ ജോലി അവിടെ കിട്ടി, ഇച്ചിരി കൂടി കൂടുതൽ സാലറി കിട്ടിയ ജോലി അവിടെ കിട്ടി, ഇച്ചിരി കൂടി കൂടുതൽ എങ്ങനെയാണ് കുറച്ചുകൂടി ലോകം തിന്നാൻ പറ്റും എന്ന് മാത്രമേ നമ്മൾ ചിന്തിക്കുന്നുള്ളൂ. അതിനുവേണ്ടിയാണ് നമ്മൾ എല്ലാവരും പ്രവർത്തിക്കുന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ 31:2 ദൈവ സിസ്റ്റം എന്താണെന്ന് മനുഷ്യൻ ചിന്തിക്കുന്നില്ല. വീണുപോയതിന് ശേഷമുള്ള മനുഷ്യന്റെ നെറ്റിന് വേർപെട്ടുള്ള ഉപജീവനം മാത്രമേ ചിന്തിക്കുന്നുള്ളൂ. അതിനു മുമ്പ് എങ്ങനെയായിരുന്നു സിസ്റ്റം, അവിടെ ദൈവം എന്താണ് ആഗ്രഹിച്ചിരുന്നത് എന്ന് മനുഷ്യൻ ചിന്തിക്കുന്നില്ല. 3 ശേഷമുള്ള സിസ്റ്റമാണ് ചിന്തിക്കുന്നത്. 1:2 കാണുന്നതാണ് ദൈവ ഇഷ്ടം. അതാണ് പ്രധാനപ്പെട്ട കോഴ്സ്. ആ പ്രധാനപ്പെട്ട കോഴ്സ് ഇന്ന് മറഞ്ഞു കിടക്കുകയാണ് 3 വീഴ്ച നിമിത്തം. 1:2 ദൈവ ഇഷ്ടം കിടക്കുന്നത്. 33 മനുഷ്യന്റെ വീഴ്ചയ്ക്ക് ശേഷം, പാപം ചെയ്ത് വീണതിന് ശേഷം കിടക്കുന്നത് മനുഷ്യ ഇഷ്ടമാണ്. അപ്പൊ മനുഷ്യ ഇഷ്ടത്തെ ലോകം നേടുക, വയറ്റിപ്പഴപ്പ് നടത്തുക. എന്നാൽ 1:2 സിസ്റ്റം ലോകം നേടലല്ല, വയറ്റിപ്പഴപ്പ് നടത്തലല്ല. ഒപ്പത്തിനൊപ്പം ഉണ്ടോ നിങ്ങൾ? ഒപ്പത്തിനൊപ്പം ഉണ്ടോ? ഈ ഭാഗത്ത് ദൈവം നിങ്ങളുടെ കണ്ണുകളെ, ഹൃദയങ്ങളെ തുറന്നു തരുവാൻ ഇടയാകട്ടെ. ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുക. 1:2 സിസ്റ്റം ലോകം നേടുകയല്ല, വയറ്റിപ്പഴപ്പ് നടത്തുകയല്ല, പകരം ദൈവ ഇഷ്ടം ചെയ്യുകയാണ്. 3 മനുഷ്യൻ പാപം ചെയ്ത് വീണുപോയതിനു ശേഷം പിന്നെ ഈ ദൈവ ഇഷ്ടം മറഞ്ഞുപോയി. ദൈവം വച്ച സമ്പദ് വ്യവസ്ഥ ലെവൽ 1 അതും മറഞ്ഞുപോയി. ലെവൽ 2 സമ്പദ് വ്യവസ്ഥയിലെ എക്കോണമിയിലേക്ക് ജനം മാറി. ഇതവർ അന്വേഷിച്ചിറങ്ങുന്നത് എങ്ങനെ വയറ് നിറയ്ക്കാം. How can I fill my tummy? എന്റെ വയർ എങ്ങനെ നിറയ്ക്കാം, എനിക്ക് എങ്ങനെ ഉപജീവനം നടത്താം. അത് ഉപജീവനം നടത്താൻ വേണ്ടി കിട്ടിയ പണിയെടുത്ത പൈസയും ഭക്ഷണവും എല്ലാം വയറ് നിറച്ചു. അവസാനം വയറ് ശരീരത്തെ വലുതാക്കി. അവസാനം വയറും ശരീരവും ഒരുമിച്ച് പൊടിയായി പോയി. വല്ല ഗുണമുണ്ടായോ? വല്ല ഗുണമുണ്ടായോ? എന്നിട്ട് കൂടുതൽ വയറ് നിറയ്ക്കാൻ, കൂടുതൽ വലുതാകാൻ വേണ്ടി പ്രാർത്ഥനയും ആരാധനയും ഡെലിവറൻസും ഒരു ഗുണമില്ല. ഇവിടെയാണ് ദൈവമക്കളോട് തിരിച്ചു വരാൻ ദൈവം ആവശ്യപ്പെടുന്നത്. വിശ്വാസത്യാഗികളായ മക്കളെ, നിങ്ങൾ തിരിച്ചു വരിക. എങ്ങോട്ട്? ആദിയിലേക്ക്. 1:2 നിങ്ങളുടെ പിതാവിന്റെ സിസ്റ്റത്തിലേക്ക് തിരിച്ചു വാ. ദൈവ ഇഷ്ടത്തിലേക്ക് തിരിച്ചു വാ. നിങ്ങളെ ഞാൻ ഉണ്ടാക്കിയത് മരിക്കാൻ വേണ്ടിയല്ല. മരണം നിങ്ങൾ ഏറ്റെടുത്തതാണ്. മരണം നിങ്ങൾ ഏറ്റെടുത്തതാണ്. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഇതുമായുള്ള ബന്ധത്തിൽ ധാരാളം കാര്യങ്ങൾ ചിന്തിക്കാനുണ്ടെങ്കിലും ഇന്ന് മനസ്സിലാക്കേണ്ട കാര്യം, എന്റെ ഹൃദയത്തിൽ സ്വർഗത്തിലെ ദൈവം ഈ ഒരു വചനം തന്നു. ഇവിടെ ദൈവത്തിന്റെ ജ്ഞാനം സ്വർഗത്തിലെ ദൈവം തരികയുണ്ട്. ആ ദൈവത്തിന്റെ ജ്ഞാനപ്രകാരം സദൃശമാക്കി 22:3 വളരെ വ്യക്തതയോടെ ദൈവത്തിന്റെ വചനം, വിവേകമുള്ളവൻ അനർത്ഥം കണ്ട് ഒളിച്ചു, അല്പബുദ്ധികളോ നേരെ ചെന്ന് ചേർന്ന്. വായിച്ചാണ്. വിവേകമുള്ളവൻ അനർത്ഥം കണ്ട് ഒളിച്ചുകൊള്ളുന്നു, അല്പബുദ്ധികളോ നേരെ ചെന്ന് ഛേദപ്പെടുന്നു. അപ്പൊ ശ്രദ്ധിച്ചേ, വിശുദ്ധ ബൈബിളിൽ സ്വർഗസ്ഥ പിതാവ് നമ്മൾ അറിയാൻ വേണ്ടി ഒരു സന്ദേശം കൊടുത്തു. പ്രധാനപ്പെട്ട ഒരു സന്ദേശം കൊടുത്തത് ക്രിസ്തുവിനാണ്. ക്രിസ്തുവിന് തന്നെ ദൂതന് കൊടുത്തു. ദൂതൻ കൊണ്ടത് അത് യോഹന്നാൻ സഭയ്ക്ക് തന്നു. എന്നാൽ സഭയിലെ ദൈവദാസന്മാരെന്ന് പറയുന്ന വ്യക്തികൾ അത് മറക്കും. എന്നാൽ ഈ തുടർന്ന് പറയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കായി ദൈവത്തിന്റെ സ്തോത്രം, നിങ്ങൾക്ക് സല്യൂട്ട്. ശ്രദ്ധിച്ചേ, പക്ഷേ കർത്താവിനെ എന്റെ ചിന്തയിൽ കാണിച്ചു, എടാ മോനെ, വലിയൊരു അപകടം വരുന്നു.
അത് മത്തായി 24:14 മറയ്ക്കപ്പെട്ട ദൈവരാജ്യ സുവിശേഷം. അതായത് ഇന്ന് ക്രിസ്തുവിനെ ആളുകൾ പ്രസംഗിക്കുന്നുണ്ട്, ദേവദാസന്മാരെന്ന് പറയുന്നു. പക്ഷെ ക്രിസ്തു പറയുന്ന മെസ്സേജ് സുവിശേഷം പ്രസംഗിക്കുന്നവർ വിരളമാണ്. ക്രിസ്തുവിന്റെ സന്ദേശം പ്രസംഗിക്കുന്നവരെ കാണാനില്ല. ക്രിസ്തുവിനെ പറയും, ക്രിസ്തുവിന്റെ 3 വർഷം പ്രസംഗിച്ച മെസ്സേജ് പറയും, ദൈവരാജ്യം ഉണ്ടല്ല. അപ്പോ മത്തായി 24:14 പറയുന്നു, രാജത്വത്തിന്റെ സുവിശേഷം, യേശു പ്രസംഗിച്ച സുവിശേഷമേ ഇന്നത് പ്രസംഗിക്കുന്നില്ല. പ്രസംഗിക്കണം. വളരെ ചുരുക്കം വരെ അറിയിക്കുന്നുള്ളൂ. രാജത്വത്തിന്റെ സുവിശേഷം സകല ജാതികൾക്കും സാക്ഷ്യമായി ലോകത്തിൽ എല്ലായിടും അറിയിക്കപ്പെടും, അതോടെ അവസാനം. അപ്പൊ സിലബസ് ആണ് ഈ രാജ്യത്തിന്റെ സുവിശേഷം. സിലബസ് വന്നു കഴിഞ്ഞാൽ പരീക്ഷ വരും. ആ പരീക്ഷയുടെ ഭാഗമാണ് മാർക്കോസ്. ഇത് ദൈവക്രോധമല്ല കേട്ടോ. ചിലർ പറയും ദൈവക്രോധം നമുക്കുള്ളതല്ലോ. ദൈവക്രോധത്തിന്റെ കാര്യമല്ല ഞാനീ പറഞ്ഞത്. ദൈവം നമ്മുടെ ക്രോധത്തിനല്ല വിളിച്ചിരിക്കുന്നത്, സ്നേഹത്തിനാണ് വിളിച്ചേക്കുന്നത്. ദൈവക്രോധം നമുക്കുള്ളതല്ല, അത് അനുസരണം കേട്ടോ. അനുസരിക്കുന്നവർക്ക് പരീക്ഷ. മാർക്കോസ് ഫീസ് ദൈവക്രോധമല്ല, ദൈവം അനുവദിക്കുന്ന പരീക്ഷയാണ്. ഒരു ചെറിയൊരു പീരീഡ് ഉണ്ടാവും, എ സ്മോൾ പീരീഡ്. വ്രതന്മാർ ഞാനത് ചുരുക്കിയിട്ടിരിക്കുന്നത് കർത്താവ്, ചുരുക്കിയിട്ടിരിക്കുന്ന ഒരു കൊച്ചു പീരീഡ് പരീക്ഷ ഉണ്ടാവും. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അപ്പോ ഇത് വ്യക്തതയോടെ വിശുദ്ധ ബൈബിളിൽ പറയും. ഞാനൊക്കെ പഠിച്ചത് ഇതിനു മുമ്പ് സഭ ഇവിടുന്ന് പോകും എന്നൊക്കെ പറഞ്ഞാ പഠിപ്പിച്ചത്. പക്ഷെ ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞൊന്നും ബൈബിളിൽ കണ്ടില്ല. പകരം ദൈവമക്കൾ ഇവിടെ തന്നെ ഉണ്ടാകും. അവർക്ക് ഈ മാർക്കോസ് അതല്ല ആന്റി ക്രൈസ്റ്റ് വെളിപ്പെട്ടതിന് ശേഷം കർത്താവ് ഒരു സഭയെ ചേർക്കുമെന്നാണ് വിശുദ്ധ ബൈബിൾ പറയുന്നത്. ദൈവം അടുത്ത പ്രാവശ്യം ചിന്തി. അപ്പോ ഇതൊക്കെ മനസ്സിലായപ്പോ ഞാൻ പലരോടും ചോദിച്ചപ്പോ അവർക്കൊന്നും ഉത്തരമില്ല. ഉത്തരം പറയാന്ന് പറഞ്ഞു ദേവദാസന്മാർ പോവും, ഉത്തരം പറയും. ബൈബിളിലെ വചനങ്ങൾ തരാൻ പറയും. നേരത്തെ ഇതാ സഭ ഇവിടുന്ന് എടുത്തോണ്ട് പോകുന്നതിനെ കുറിച്ച്, ആന്റി ക്രൈസ്റ്റ് വെളിപ്പെടുന്നതിന് മുമ്പ് സഭ ഇവിടുന്ന് പോകുന്നതിനെ കുറിച്ച് ഉത്തരം തരാൻ പറയുമ്പോ അവര് പറയും മഹാഉദ്രവത്തിന് മുമ്പ് സഭ പോകുമെന്ന് പറയും. എനിക്ക് വേണ്ടത് മഹാഉദ്രവത്തിന് മുമ്പ് സഭ പോകുമെന്നുള്ളതല്ല, ആന്റി ക്രൈസ്റ്റ് വെളിപ്പെടുന്നതിന് മുമ്പ് സഭയെ വന്ന് കർത്താവ് എടുത്തോണ്ട് പോകുന്നുള്ള വചനം വേണ്ട. വളരെ ഒരു തെറ്റായിരിക്കും. ഇവിടെ മഹാഉദ്രവത്തിലൂടെ സഭയ്ക്ക് പോകില്ലേ? ശ്രദ്ധിച്ച്, ഞാൻ അതല്ല ചോദിച്ചത്. മഹാഉദ്രവം അത് നമുക്കുള്ളതല്ലെന്നേ, അത് അനുസരണം കേട്ടവർക്കുള്ളതാണ്. അനുസരിക്കുന്നവർക്ക് പരീക്ഷയുണ്ട്. ആന്റി ക്രൈസ്റ്റ് വെളിപ്പെടുന്നതിന് മുമ്പ് സഭ ഇവിടുന്ന് പോകുന്നുള്ളൂ. ഇതിന്റെ ഒരു 3 വചനം ഇരിക്കുന്നത് കാണിച്ചത്, വ്യാഖ്യാനം പാടി. എന്നാൽ ആന്റി ക്രൈസ്റ്റ് വന്നതിന് ശേഷമേ സഭ ഇവിടുന്ന് പോവുള്ളൂ എന്നുള്ള വചനം അടുത്ത പ്രാവശ്യം കാണിച്ചത്. സമയമില്ല, വേറെ ചിലത് പറയാനോ. അപ്പൊ ഇത് മനസ്സിലാക്കി കഴിഞ്ഞപ്പോ, ഇതിലൂടെ കടന്നു പോകണം എന്ന് മനസ്സിലായി കഴിഞ്ഞപ്പോ ശ്രദ്ധിക്കുക, ദൈവം എന്റെ പെട്ടെന്ന് എന്റെ ഹൃദയത്തിൽ തന്ന് ജ്ഞാനിയായ ജോസഫിനെ കുറിച്ച്. ഇവിടെ ജ്ഞാനം കൊണ്ട് ആവശ്യം. അപ്പൊ ഒരു നാള് പെട്ടെന്ന് ഭക്ഷണം ഇല്ലാതെയായ, വെള്ളമില്ലാതെയായ, ഗ്യാസ് ഇല്ലാതെയായ, മരുന്ന്, പല പല കാര്യം ഇതൊക്കെ ഇല്ലാതെയായ നമ്മൾ നല്ലൊരു വീടും. ഇന്നത് ചെയ്താലേ അരി തരൂ. ഇപ്പൊ കയ്യിലെ മുദ്ര കൊടുക്കാവുന്ന റേഷൻ കടന്ന് അരി തരൂ. ദൈവം പഠിപ്പിച്ചു തരും എങ്കിലെന്ന് എന്റെ മോള് മനസ്സിലാക്കും, മോൻ മനസ്സിലാക്കും. അപ്പൊ അരി കിട്ടാൻ വേണ്ടി പോയി മുദ്ര കൊടുത്തില്ലേ? ഇല്ലെന്ന് എന്നോട് പറയരുത്. കൊടുത്തില്ലേ? അങ്ങനെയെങ്കിൽ നാളെയും അരി കിട്ടാൻ വേണ്ടി ഇതൊക്കെ തന്നെ ചെയ്യും. ദൈവം പറയുന്നു അങ്ങനെ ചെയ്താൽ നീ നിത്യമായ തീ പ്രകടിക്കും. എന്റെ പ്രിയ കുഞ്ഞുങ്ങളെ, അപ്പൊ ജ്ഞാനിയായ വിവേകമുള്ളവൻ അനർത്ഥം കണ്ട് ഒളിച്ചോളൂ. അപ്പോ ജ്ഞാനം കൊണ്ട് ആവശ്യം സ്വന്തത്തിൽ ഞാൻ കാണിച്ചത് ആദ്യമേ തന്നെ ജോസഫിനെ. ജോസഫ് എന്താ ചെയ്തെന്നറിയോ? ഇതാണ് സംഭരണ നഗരം. ജോസഫ് ചെയ്തത് ദൈവം കൊടുത്ത ചിന്തപ്രകാരം ആ ദേശത്തിന്റെ 7 വർഷത്തെ സമൃദ്ധിയിൽ ഒരു ഭാഗം താൻ ശേഖരിച്ചു വെച്ചു. ക്ഷാമം ഉണ്ടാകുമെന്നു ഓൾറെഡി ദൈവം വെളിപ്പെടുത്തിക്കൊണ്ടു. ക്ഷാമകാലത്ത് താൻ ശേഖരിച്ചത് താൻ മറ്റുള്ളവർക്ക് കൊടുത്തു. ഒരനുഗ്രഹമായി. ദൈവത്തിന്റെ വചനം
വളരെ വ്യക്തതയോടെ പറയുന്നത് ഒരു കാര്യമുണ്ട്. ഷാജി ജോസഫ് കൃഷി ചെയ്യുന്നതല്ലേ കംപ്ലൈന്റ് അല്ലേ? കൃഷി വലിയ പാപമാണെന്ന് ബൈബിൾ പറഞ്ഞിട്ടുണ്ടോ? നമുക്ക് നോക്കാം. എക്ലീസിയാസ് ചാപ്റ്റർ 5 വേഴ്സ് 9. സഭാപ്രസംഗി 5-ാം അധ്യായം 9-ാം വാക്യം. കൃഷി കൃഷി ചെയ്യുന്നൊരു ശാപമാണെങ്കിൽ, അങ്ങനെ വല്ല ഒരു പാപമാണെങ്കിൽ നിങ്ങൾ ആരെങ്കിലും പറയണം. വായിച്ചേ. കൃഷി ചെയ്യാൻ താല്പര്യമുള്ളവൻ എന്താണെന്ന ബൈബിൾ പറയും. കൃഷി തൽപരനായിരിക്കുന്ന ഒരു രാജാവ് ദേശത്തിന് എല്ലാറ്റിലും ഉപകാരമായിരിക്കും. കൃഷി താല്പരനായ ഒരു വ്യക്തി എന്ന് പറയുന്നത് രാജാവാകട്ടെ, ഒരു മുതലാളി ആകട്ടെ, തൊഴിലാളി ആകട്ടെ, അടിമയാകട്ടെ, ആരും ആയിക്കോട്ടെ, അവൻ ദേശത്തിനെല്ലാം അനുഗ്രഹം. അവൻ ഗവൺമെന്റിന് അനുഗ്രഹം, അവൻ നാട്ടുകാർക്ക് അനുഗ്രഹം, അവൻ വീട്ടുകാർക്ക് അനുഗ്രഹം. എന്റെ പ്രിയ സഹോദരങ്ങളെ, ഞാൻ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കുമ്പോ എന്റെ വൈഫിനോട് പറയാ, എടി മോളെ നോക്കിയേ, ഈ ടേബിളിൽ ഇരിക്കുന്ന സാധനങ്ങളാണ്, ഇതിൽ ഈ ലോകത്തിന്റെ എക്കോണമിയിൽ നിന്ന് വാങ്ങിച്ചത് വളരെ തുച്ഛമായിട്ട് എന്തോ, അതായത് പൈസ കൊടുത്ത് വാങ്ങിച്ചത് വളരെ തുച്ഛമായിട്ട് ഈ ടേബിളിലുള്ളത്. ഈ ടേബിളിൽ ഇരിക്കുന്നത് മുഴുവൻ നമ്മുടെ കൃഷിയുടെ ഫലമാണ് വന്നിരിക്കുന്നത്. ചോറ് ടേബിളിലുണ്ട്, അത് കണ്ടെത്തുന്ന കൊയ്തുകൊണ്ട് വന്നു. അതോടൊപ്പം കറി പല ഭാഗത്തിരിക്കുന്നു. ചീരയിരിക്കുന്നു, അത് മുറ്റത്തെ കൃഷിയിലില്ല. ചീരയിൽ ഇട്ടിരിക്കുന്ന വേറൊരു വെജിറ്റബിള്, അത് ആ മരത്തിലുണ്ടായത്. ഈ ലോകത്തിന്റെ എക്കോണമിയിൽ നിന്ന് പൈസ കൊടുത്തു വാങ്ങിച്ച അല്പസാധനങ്ങൾ എന്റെ ജീവിതത്തിൽ അങ്ങനെ ഒരു ജ്ഞാനം ഉപയോഗിക്കാൻ ദൈവം എനിക്ക് നിർമ്മാണം. അത് തെറ്റാണോ? ഇത് മനസ്സിലാക്കി, ഈ സംഭവം മനസ്സിലാക്കി, ഞാൻ ഈ വിവേകം അപകടം കണ്ട് ഒഴിഞ്ഞു മാറുകയാണ്. ഞാനിത് മനസ്സിലായപ്പോ ഇത് ഞാൻ പറഞ്ഞാൽ ഒന്നാമത് തെറ്റായി പഠിച്ചിരിക്കുന്ന എന്റെ ചുറ്റുമുള്ളവർ വിശ്വസിക്കുന്നില്ല. ഇനി അവരെ ഇത് പറഞ്ഞ് വിശ്വസിപ്പിക്കുന്നതിനേക്കാൾ എളുപ്പം ഞാൻ എപ്പോഴും നിങ്ങളോട് പറയാറില്ലേ, മൈ ലൈഫ് ഈസ് ദ മെസ്സേജ്. ഞാൻ വയനാട്ടിൽ ഒരു കൃഷി സ്ഥലമാണ്, കൃഷി ചെയ്യാൻ വേണ്ടി. ഞാൻ ആരോടും പറയുന്നില്ല വാങ്ങാൻ. ഞാൻ ഇപ്പോഴും പറയാറില്ല. അദ്ദേഹം പറയുന്നത് ഞാൻ വാങ്ങാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അത് നിങ്ങളുടെയൊക്കെ സ്ഥലം വിറ്റ് വാങ്ങാൻ പറഞ്ഞതോ, അങ്ങനെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കൊന്ന് റിപ്പോർട്ട് തരണേ. ഷാജി ജോസഫ് പറഞ്ഞു നിങ്ങളുടെ സ്ഥലം വിറ്റ് സ്ഥലം വാങ്ങ്. ഞാൻ അങ്ങനെ വ്യക്തിപരമായിട്ട് ആരോടും ഒന്നും പറഞ്ഞായിട്ട് ഞാൻ ഓർക്കുന്നില്ല. ഇനിയിപ്പോ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഞാൻ പറയുന്നേ ഇല്ല. കഴിഞ്ഞ ദിവസം ഒരാൾ എന്റെ അടുത്ത് വന്നു, ഈ കാര്യങ്ങൾ പറഞ്ഞു. ഞാൻ എല്ലാവരോടും പറയും, ദൈവം നിങ്ങളെ എങ്ങനെ ഗൈഡ് ചെയ്യുന്നു അതനുസരിച്ച് ചെയ്യുക. ദൈവം നിങ്ങളെ എങ്ങനെ ഗൈഡ് ചെയ്യുന്നു അതനുസരിച്ച് ചെയ്യുക. ഇതാ ഞാൻ എന്റെ ജീവിതം ചെയ്തു, കർത്താവ് അതിനെ സഹായിക്കും. ഇതാ ഒരു അപകടം വരാം, അതനുസരിച്ച് ഞാനീ ചെയ്യുന്നത് കണ്ട് പലരും ഞാൻ പോലും അറിയാതെ ഈ പ്രവൃത്തി ചെയ്യാൻ പറയും. ഞാൻ അവരോട് പറഞ്ഞു, അവര് സ്ഥലങ്ങൾ വാങ്ങിച്ചതിന് ശേഷം ചില നാളുകൾ കഴിയുമ്പോഴാണ് എന്നാ, കാരണം എന്റെ ജീവിതം അവർക്കൊരു മെസ്സേജ് ആയി. അവിടെ വാവുകൊണ്ട് സംസാരിക്കുന്നതിനേക്കാൾ നമ്മുടെ ജീവിതം കൊണ്ട് സംസാരിക്കുന്നത് വലിയൊരു മെസ്സേജ് ആയി. ഇനി ശ്രദ്ധിക്കുക, ഇനി എന്തിനാണ് ഉദ്ദേശിക്കുന്നത്, എന്താണ് യഥാർത്ഥത്തില്, എന്താണ് യഥാർത്ഥത്തിൽ നടക്കുന്നത്, എന്താണ് ഞാൻ ചെയ്യുന്നത്? പ്രിയ സഹോദരങ്ങളെ, സ്ഥലത്ത് കൃഷി ചെയ്യുന്നു, ആ കൃഷിയിൽ നിന്ന് ആദായം ഉണ്ടാകുന്നു. ആ ആദായം കൊണ്ട് ദൈവത്തിന് വചനം പറയുന്നു അത് ദേശത്തിന് എല്ലാവർക്കും ഉപകാരം. അത് ഉപകാരമായി തീർന്നു. ആ ആഹാരം കൊണ്ട് ഭക്ഷണം കഴിക്കും. അതിലെന്താ തെറ്റുള്ളത്? മറ്റുള്ളവർക്കെല്ലാം സന്ദേശമല്ലേ? ഞാൻ സന്ദേശം പറയാതെ തന്നെ സന്ദേശം കൊടുക്കുക, സന്ദേശം പറയാതെ തന്നെ സന്ദേശം കൊടുക്കുക.
ഇതാ നിങ്ങള് സ്ക്രീനില് നിങ്ങൾക്ക് കാണാം ഞാൻ എന്താ ചെയ്യണേന്ന്. അതിൽ പാവം വല്ലതും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അത് തിരുത്താം. ഓക്കെ. ഫാദർ വി താങ്ക് യു, ഗിവ് യു ഗ്ലോറി. ഞാൻ ആക്ച്വലി ഒരു കൃഷിക്കാരനല്ല, പക്ഷെ കൃഷി പഠിക്കും. ഇന്നും ഒരു 5-6 മൂട് കപ്പ ഇടണമെന്ന് ആഗ്രഹിച്ചു. പക്ഷെ വൈകിട്ട് ബൈബിൾ ക്ലാസ് ഉള്ളതുകൊണ്ട് അതിനൊന്നും സമയം കിട്ടി. ഈ ലോകപ്രകാരം ഞാൻ ഇലക്ട്രോണിക്സ് ബിസിനസ്സുകാരനാണ്, ഒരു എയർ കണ്ടീഷൻ ബിസിനസ്സുകാരനാണ്. എന്നാൽ അതിനേക്കാൾ ഉപരി ദൈവത്തിന്റെ ഹൃദയത്തിലെ ചിന്തകൾ നിങ്ങൾക്ക് തരുന്ന ഒരു ബൈബിൾ ടീച്ചറാണ്. എന്നാൽ അപ്പോൾ തന്നെ ഈ ലോകപ്രകാരം ജഡത്തിലൊരു കൃഷിക്കാരനാണ് ഞാൻ. പക്ഷെ കൃഷിക്കാരനായിട്ട് എനിക്ക് കൃഷി അറിയില്ല, ഞാൻ പഠിക്കുക. ഞാൻ എന്താ ചെയ്യണേന്ന് വാഗോണ്ട് പറയില്ല, നിങ്ങളൊന്ന് കാണിച്ചു. ഫാദർ വി താങ്ക് യു, ഗിവ് യു ഗ്ലോറി. ഒന്നൊന്ന് വെയിറ്റ് ചെയ്യണം. Father, we thank you. Lord, I glory to God. Glory. അത് കാരണവന്മാര് പറഞ്ഞതെന്ന് വെച്ചാൽ പുറത്തേക്ക് ഇടുമ്പോൾ നമ്മൾ പുറത്തോട്ട് കളയുവാണ്. ഇങ്ങനെ ഇടണം അല്ലേ? അങ്ങനെ അല്ലേ? ഇതിപ്പോ ഇവിടെ ശരി ആയോ? ഇല്ല, അങ്ങനെ ആയില്ല. ചായനിട്ടാ അങ്ങനെ ചാടില്ല. അത് ഞാൻ ഇടുമ്പോൾ ശ്രദ്ധിച്ചു ഈ സാധനത്തിന്റെ പോക്ക്. ഒരു 2 കൂടെ ഇട്ടത് ശകല, അത്രയൊന്നും വേണ്ട. കട്ട ഇട്ട് ഇവിടെ തന്നെ വെതറി പോകണം, അകലേക്ക് പോകണം. ആ ചെടി നിൽക്കുന്നതിൻ്റെ അടുത്തോട്ട് 3 പ്രാവശ്യമാണ് കണക്ക്. ഞാനിടുമ്പോൾ ഒക്കെ ശ്രദ്ധിച്ചു സാധനം പോകുന്നില്ല. ഒരു ശ്രദ്ധിക്കുക പ്രിയ സഹോദരങ്ങളെ, ഇവിടെ ഞാൻ ആദ്യമായിട്ടാണ് അദ്ദേഹം എന്നെ വിത പഠിപ്പിക്കുക, എങ്ങനെ വിതയ്ക്കണമെന്ന് പഠിപ്പിക്കുക. അങ്ങനെ വിത പഠിപ്പിക്കൽ മാത്രമല്ല, തുടർന്ന് ഇതാ ആ വിതച്ചത് കൊയ്യാനും അത് കഴിക്കാനുമുള്ള അവസരം തന്നുകൊണ്ടേയിരിക്കും. ഇതെന്തിനാ നിങ്ങൾ കാണിക്കണേ? ഇറ്റ്സ് എ മെസ്സേജ് ഫോർ എവരിവൺ. Oh, Father, we thank you.
സ്വർഗസ്ഥ പിതാവേ, അങ്ങയുടെ ജ്ഞാനപ്രകാരം അങ്ങ് ഒരുക്കിയിരിക്കുന്ന ഈ വിളവിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു എന്നുള്ളത് യേശുവിൻ നാമത്തിൽ ഞങ്ങൾ ഈ ആദ്യ ഫലത്തെ സകല സൃഷ്ടികൾ നോക്കി നിൽക്കെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അങ്ങയ്ക്ക് വേണ്ടി ഈ കൈകൾ ഈ വിളവിന്റെ ആദ്യ ഫലത്തെ കൊയ്തെടുക്കുകയാണ്. ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുകയാണ്. ദൈവനാമം മഹത്വപ്പെടട്ടെ. എല്ലാ വ്യക്തികൾക്കും ഇതൊരു മാതൃകയായി തീരട്ടെ. യേശുവിൻ നാമത്തിൽ. എന്തിനാ ഇത് ചെയ്തേ? എല്ലാ വ്യക്തികൾക്കും എന്റെ വായിലൂടെയുള്ള സന്ദേശമല്ല, എന്റെ ജീവിതത്തിലൂടെ സന്ദേശം ഒരു മാതൃകയായി തീരട്ടെ. ഹല്ലേലൂയ, മാതൃകയായി. അപ്പൊ എന്റെ പ്രിയ കുഞ്ഞുങ്ങളെ, അദ്ദേഹം പറഞ്ഞത് ഹാഫ് സത്യമാണ്, ഹാഫ് സത്യം. മനസ്സിലായോ? ഞാൻ നിങ്ങളെ ആരെയും നിർബന്ധിക്കുന്നില്ല, നിങ്ങളുടെ സ്ഥലം വെക്കാനും പറയുന്നില്ല. പകരം എനിക്ക് വിശുദ്ധ ബൈബിളിൽ നിന്ന് മനസ്സിലായ അന്ത്യകാലത്ത് ഇങ്ങനെ ഒരു സമയം വരും, ബൈബിൾ എഴുതിയിരിക്കും. അപ്പോ ദൈവം ആ ജോസഫിനെ ഫോളോ ചെയ്യുവാൻ, ജ്ഞാനമുള്ള ജോസഫിനെ ഫോളോ ചെയ്യാൻ. ഞാൻ ജോസഫിനോട് കൂടെ ഉണ്ടായിരുന്നവർക്ക് എന്ത് ഗുണമുണ്ടായി? ദൈവത്തിന്റെ വചനം പറയുന്നു, കൃഷി താല്പര്യനായ ജോസഫ് എല്ലാവർക്കും ഒരു അനുഗ്രഹമായിരുന്നു. എല്ലാവർക്കും, ദേശത്തിന് മുഴുവൻ അനുഗ്രഹമായി മാറിയില്ല അവൻ. അവന്റെ സഹോദരന്മാർ അവനെ പൊട്ടക്കിണറ്റിലേക്ക് വലിച്ചെറിഞ്ഞില്ലേ? അവസാനം സഹോദരന്മാർക്കും ആരെ അനുഗ്രഹമായിട്ട് മാറിയേ? ഈ ജോസഫ് അല്ലേ? നിങ്ങൾ തന്നെ പൊട്ടക്കിണറ്റിലേക്ക് വലിച്ചെറിഞ്ഞില്ലേ? നാളെ നിങ്ങൾക്കും ദൈവം അനുവദിക്കുന്നെങ്കിൽ ഒരു അനുഗ്രഹമായി മാറും. ദൈവം ഒരുക്കിയിരിക്കുക. ഹല്ലേലൂയ. കൃഷി താല്പര്യനായ രാജാവ് ദേശത്തിനെല്ലാം ഒരു അനുഗ്രഹം. അതുകൊണ്ട് എന്റെ പ്രിയ കുഞ്ഞുങ്ങളെ, ഞാൻ നിങ്ങളോട് പറയുന്നില്ല ഞാൻ ചെയ്യുന്ന പോലെ ചെയ്യണം. ആദ്യം നിങ്ങൾ രക്ഷപ്പെടേണ്ടത് നിങ്ങളുടെ ജഡത്തിൽ നിന്ന് ആത്മാവിലേക്ക്. ലോത്തിന്റെ കാലം പോലെ ദൈവനദി അടുത്തിൽ എക്സ്പ്ലെയിൻ ചെയ്യാം. ജഡത്തിൽ നിന്ന് ആത്മാവിലേക്ക്. അത് ജഡത്തിൽ നിന്ന് ആത്മാവിലേക്ക് രക്ഷപ്പെടാതെ നിങ്ങൾ ഇതൊന്നും ചെയ്തുകൊണ്ട് യാതൊരു കാര്യം. അപ്പോ നിങ്ങൾക്ക് ആത്മാവിൽ ദൈവചിന്തകൾ, അതനുസരിച്ച് നിങ്ങൾ ഈ ജഡമെടുത്ത് പ്രവർത്തിക്കും. അല്ലാതെ ഷാജി ജോസഫ് ഇത് എഴുതുന്നു പറഞ്ഞുകൊണ്ട് നിങ്ങൾ ചേർത്ത് പ്രവർത്തിക്കാൻ പോയാൽ അത് പ്രയോജനമില്ലാതെ. ഓരോരുത്തർക്കും ഓരോ ജോലിയാണ്. മനസ്സിലായോ? കൈ കൊണ്ട് സാധനം എടുക്കുന്നൊരു മൂക്ക് കണ്ടിട്ട് മൂക്ക് കൈ കൊണ്ട് എടുക്കാൻ പോകരുത്. കാരണം മൂക്ക് നിന്റെ ജോലി അതല്ല. നീ ആകപ്പാട് പൊട്ടി നശിച്ചു പോകും. ചോര ഒരിക്കും നിന്റെ മൂക്കിൽ. നിന്റെ ജോലി ശ്വസിക്കുക. അപ്പൊ ആദ്യം തന്നെ ജഡത്തിൽ നിന്ന് ആത്മാവിലേക്ക് രക്ഷപ്പെടണം. ലോത്ത് സ്വതം കൊമ്മറയിൽ മലമുകളിൽ രക്ഷപ്പെട്ടു. ഹല്ലേലൂയ. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഇതൊക്കെ മനസ്സിലാക്കാൻ അല്പസമയം വേണം, നല്ലതായിട്ട് പ്രാർത്ഥനയും വേണം. എങ്കിലേ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ ഈ കേട്ട വചനങ്ങളൊക്കെ നിങ്ങൾ വീണ്ടും വീണ്ടും ഇത് കേൾക്കുക. ഇതിന്റെ ഉദ്ദേശം എന്ന് പറയും ഒരു സന്ദേശം. എന്റെ ജീവിതത്തിൽ ഇങ്ങനെ ചെയ്യാൻ ദൈവക്രമമാണ്. അതിനുള്ള സാഹചര്യവും ദൈവം. നിങ്ങളുടെ ജീവിതത്തിൽ എന്താണ് ചെയ്യാൻ ദൈവക്രമം നൽകിയിരിക്കുന്നത്? എന്ത് സാഹചര്യമാണ് നിങ്ങൾക്ക് നൽകിയത്? നിങ്ങൾ ജഡത്തിൽ നിന്ന് ആത്മാവിലേക്ക് രക്ഷപ്പെട്ടോ? ഇതൊക്കെ നമ്മൾ ഒന്ന് വിശകലനം ചെയ്യും. നമ്മുടെ ജീവിതം ചുമ്മാ വാക്കുകളായിട്ട് അവരങ്ങനെ ചെയ്തു ഇവരെങ്ങനെ ചെയ്തു ഒരു കാര്യമില്ല. ജഡം ഇപ്പൊ തീരും. മനുഷ്യ ജീവിതം ഇപ്പൊ അവസാനിക്കും. ദൈവ ജീവിതം, ദൈവപുത്രന്റെ ജീവിതം നമുക്ക് വേണോ വേണ്ടേ എന്നുള്ളത്. ജയിക്കുന്നവൻ ദൈവത്തിന്റെ മകൻ. ഇതൊരു കോഴ്സാണ്. അവസാന ഈ ഉപരോധത്തിൽ നമ്മൾ ഞെരുങ്ങി പോയി ആ മാർക്ക് എടുക്കാനായിട്ട് ഇടയാകരുതേ എന്ന് ഏവരെയും ഓർപ്പിക്കുകയാണ്. വെളിപ്പാട് 14:9 വായിക്കുമ്പോൾ എഴുതിയിരിക്കുന്നത്, ആ മാർക്ക് നീ എടുത്താൽ നീ ദൈവ കോപത്തിൽ വീഴും. അവർക്കാണ് ദൈവകോപം. അവർക്കാണ് അനുസരണം കേട്ടവർക്കാണ് ദൈവകോപം. നീ ദൈവ കോപത്തിൽ വീഴും, നിത്യമായി തീപ്പുകയിലേക്ക് തള്ളപ്പെടും. അപ്പോ പ്രിയ ചേച്ചി ജോസഫ് പറഞ്ഞ ആ മണ്ഡലം, ഇത് അവസാന ഭാഗമായിട്ടുള്ള അദ്ദേഹത്തെ ഞാൻ കാണിക്കുന്നുള്ളൂ. ഇനി അദ്ദേഹത്തെ കാണിക്കാൻ എനിക്ക് താല്പര്യമില്ല. പകരം ഞാൻ അദ്ദേഹത്തിന് നന്ദി പറയുകയാണ്.
അങ്ങത് ചെയ്തത് സഭയ്ക്ക് വലിയൊരു ഉപകാരമായി. ജനത്തിന് ഈ കാര്യം മറഞ്ഞു കിടന്ന കാര്യങ്ങൾ അറിയുവാനും എന്റെ ജീവിതം അവരുടെ മുമ്പിൽ എന്താണ്. ബിസിനസ് ചെയ്യുന്നു, അപ്പോ തന്നെ AC ബിസിനസ് ചെയ്യുന്നു, ഇലക്ട്രോണിക്സ് ബിസിനസ് ചെയ്യും. ദൈവത്തിന്റെ വചനം ഇതിലെല്ലാ കാലുപരി നിങ്ങളെ അറിയും. അപ്പോൾ തന്നെ ഈ കൈകൊണ്ട് അധ്വാനം, ഈ കൈകൊണ്ട് പ്രവർത്തിക്കണം. പ്രിയ സഹോദരങ്ങളെ, ഇതിലെവിടെയെങ്കിലും പാപമുണ്ട് എന്ന് നിങ്ങൾ അറിയിക്കണം. വചനപ്രകാരം നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. ഷാജിബേ അങ്ങനെ ചെയ്യാൻ പാടുള്ളത് പാപം, അത് പാപമാണ് വ്യക്തമാക്കി കഴിഞ്ഞാൽ മാറാനായിട്ട് തയ്യാറാണ്. പക്ഷെ എന്റെ ചിന്തയ്ക്കൊന്നും പാവമല്ല, ഇതൊക്കെ നല്ല പ്രവൃത്തികളാണ്. ഞാൻ കൃഷി താല്പര്യനായി എല്ലാവർക്കും ഒരു അനുഗ്രഹമാണ് വിശുദ്ധമായി പറയുന്നത്. അതുകൊണ്ട് ദൈവം നിങ്ങളെ ഗൈഡ് ചെയ്തു, ഞാൻ ചെയ്തുകൊണ്ടല്ല, ദൈവം നിങ്ങളെ ഗൈഡ് ചെയ്തു. നിങ്ങൾക്കും ദൈവത്തിന്റെ ആത്മാവ് നയിക്കുന്നത് പോലെയാകാം. ദൈവം നിങ്ങളെ എവരെ അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ. ദൈവം അനുവദിക്കുക. അടുത്ത സന്ദേശത്തിൽ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. എല്ലാവരും സഭയോടെ ഇത് അറ്റൻഡ് ചെയ്യുക, മനസ്സിലാക്കുക. കാരണം നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യേണ്ട പ്രാക്ടിക്കൽ കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ, കൂട്ടായിരിക്കട്ടെ. നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. കേട്ട വചനത്തിനോട് നമുക്ക് നമ്മളെ സംസ്കരിക്കാം. ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, അങ്ങയുടെ ചിന്തയ്ക്കായി, ചിന്തകൾക്കായി നന്ദിയോടെ ഞങ്ങൾ അങ്ങ് സ്തോത്രം ചെയ്യും. ഒരു അൺകോമൺ അനുഗ്രഹത്തിന് വേണ്ടി ലോകം ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു അൺകോമൺ സാഹചര്യത്തിൽ, ലോകാരംഭം മുതൽ ഇതുവരെ സംഭവിച്ചിട്ടില്ല, ഇനി ഒരിക്കലും സംഭവിക്കാത്തതുമായ ആ ഒരു വലിയ കഷ്ടത്തിലൂടെ, ആ ഒരു വലിയ പ്രതികൂലത്തിലൂടെ ലോകം കടന്നു പോകുമ്പോൾ ഞങ്ങളെ കരുതുവാൻ അങ്ങ് ഒരുക്കി വെച്ചിരിക്കുന്ന ക്രമീകരണങ്ങൾക്കായി നന്ദിയോട്. വിശുദ്ധ ബൈബിളിൽ ഞങ്ങൾ കാണുന്നു, സ്ത്രീയെ വിഴുങ്ങേണ്ടത് സർപ്പം തന്റെ വായിൽ നിന്നും നദി പോലെ വെള്ളം ചാടിച്ചു. പക്ഷേ ഭൂമി അവൾക്ക് തുണ. സർപ്പം ഒഴുക്കിയ വെള്ളത്തെ ഭൂമി വിഴുങ്ങിക്ക. ജ്ഞാനമുള്ളവൻ പിതാവ് നമുക്ക് തരുന്ന സന്ദേശം അത് ജ്ഞാനരൂപത്തിൽ ഏറ്റെടുക്കട്ടെ. ജനത്തിന്റെ ഹൃദയങ്ങൾ തുറക്കട്ടെ. പിതാവ് മാനവരാശിയോട് പറയുന്ന സന്ദേശം, ക്രിസ്തുവിലൂടെ അറിയിക്കുന്ന സന്ദേശം ജനത്തിന്റെ ഉൾത്തളങ്ങളിൽ വീഴട്ടെ. കള്ളപ്രവാചകന്മാർ നാദോർ ഇത് മറച്ച് സ്വർഗസ്ഥ പിതാവ് ക്രിസ്തുവിനെ തന്റെ ദാസന്മാർക്ക് കൊടുക്കുവാൻ തന്റെ സന്ദേശം മറച്ചത് മാറി ഈ സത്യം ജനഹൃദയങ്ങളിൽ വെളിപ്പെട്ടു. ദൈവകരങ്ങളിലേക്ക് മക്കളെ ഏവരെയും പ്രിയമകൻ ചേസ് ബേറിനെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അദ്ദേഹം തിന്മയ്ക്കായി ചെയ്തു, സഭയ്ക്ക് നന്മയ്ക്കായി ദൈവത്തിന്റെ ആത്മാവ് മാറ്റി. അതിനായി ദൈവത്തിന് സ്തോത്രം. ഇതുവരെയും ഈ സന്ദേശം അറിയാതെ കിടന്നവർക്ക് ആ മകനാണ് ഈ സന്ദേശം തുറക്കുവാനായിട്ട്. എങ്കിലും മനസാന്തരത്തിന്റെ ഫലം കൊടുത്ത് എന്റെ പ്രിയ പിതാവ്, പ്രിയ മകനെയും ക്രിസ്തുവിൽ അങ്ങയുടെ മാരോട് നിൽക്കുവാൻ ഞങ്ങൾ ഒരുമിച്ച് അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. ഈ സന്ദേശം ശ്രമിക്കുന്ന ഏവരെയും അങ്ങയുടെ കരങ്ങളിൽ ചെന്ന് പ്രാർത്ഥിക്കും. അവരെല്ലാവരും അങ്ങാൽ ഉപദേശിക്കപ്പെട്ടവർ, അങ്ങയുടെ വഴി നടക്കുന്നവർ, ജയം പ്രാപിക്കുന്നവരുമായി അങ്ങയുടെ മക്കളെ സഹായിക്കും. അങ്ങയുടെ നാമത്തിൽ ഒരു അനുഗ്രഹമായി ഇവരുടെ എല്ലാ ആവശ്യങ്ങളും, ഇവരുടെ തലമുറകൾ, ഇവരുടെ മാതാപിതാക്കന്മാർ, ഇവരുടെ സമ്പത്തിന്റെ പേര്, ഇവർക്ക് അങ്ങ് എന്തൊക്കെ കൊടുത്തിട്ടുണ്ടോ അതിന്റെ പേരെല്ലാം അങ്ങയുടെ കരക്കൂട്ടായിരുന്ന് ഒരു അനുഗ്രഹിച്ച് വഴി നടത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. സർവമഹത്വം ഞങ്ങൾ അംഗീകരിക്കുന്നു യേശു ക്രിസ്തുവിൻ നാമത്തിൽ പിതാവേ. ഒരു കുഞ്ഞുങ്ങളെ ദൈവം നിങ്ങളെ അവരെ അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ. കേട്ടവർ ദൈവം പോലെ കരുതുക മാത്രമല്ല, അത് അങ്ങനെ തന്നെ ഒന്ന് വിശുദ്ധ വേദപുസ്തകത്തിലൂടെ ഉറപ്പിച്ച് നിങ്ങളുടെ ജീവിതം, നിങ്ങളുടെ ജീവൻ നേടുവാൻ ഓരോരുത്തരും ഉത്സാഹിക്കുക, പ്രത്യേകം ഓർപ്പിക്കുകയാണ്. ദൈവം നിങ്ങളെ അവരെ അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ. ദൈവം അനുവദിക്കുന്ന നാളെ രാവിലെ സഭായോഗത്തിൽ എല്ലാവരും കാണുന്നത് പ്രത്യേകം ഓർപ്പിക്കുകയാണ്. പലതും ദൈവത്തിന് നിങ്ങളോട് പറയാറുണ്ട്. അപ്പോൾ തന്നെ ദൈവം നിങ്ങളോട് പറയുന്ന ഡെയിലി ബ്രെഡുമായിട്ട് കടന്നു വരണമെന്ന് പ്രത്യേകം ഓർപ്പിക്കുന്നത്. പ്രിയ കുഞ്ഞുങ്ങൾ, ഞാൻ നിങ്ങളൊന്ന് പറയട്ടെ, ശ്രദ്ധിച്ചേ, ഈ ബൈബിളിലെ ധാരാളം ഓൾഡ് ഡെയിലി ബ്രെഡ്. നമ്മൾ ഉദ്ദേശിക്കുന്ന ഡെയിലി ബ്രെഡ് എന്ന് പറയുന്നത് നിങ്ങൾ ആത്മാവിൽ നിന്ന് കേട്ട് പറയണമെന്നുള്ളതാണ്.
അല്ലാണ്ട് ഒരു ബൈബിളിന്റെ ഒരു ഭാഗം വായിച്ചു എനിക്ക് കിട്ടിയ ഡെയിലി ബ്രെഡ് എന്ന് പറഞ്ഞ് വായിക്കും. അതിനേക്കാളും നല്ലത് നിങ്ങൾക്ക് ആത്മാവിൽ നിന്ന് വരുന്നത് ഈ വചനം നോക്കി ഉറപ്പിച്ചു പറയാം കേട്ടോ. അങ്ങനെ വേണം. ദൈവാത്മാവ് നയിക്കപ്പെടുന്നവരാണ് ദൈവത്തിന്റെ പുത്രന്മാർ. ഹല്ലേലൂയ. അവരുടെ ജീവിതം ആത്മാവിനാണ്. മറ്റുള്ളവരുടെ ജീവിതം അങ്ങനെയല്ല, ഈ ഭൂമിയിലെ ഭക്ഷണം കൊണ്ട്. ഹല്ലേലൂയ. ഇതുകൊണ്ട് കർത്താവ് നശിച്ചു പോകുന്ന ആഹാരത്തിന് വേണ്ടിയല്ല, നിത്യജീവനിൽ നിലനിൽക്കുന്ന ആഹാരത്തിന് വേണ്ടി തന്നെ. അപ്പൊ ദൈവത്തിന് ഏവരെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയോടെ കടന്നു വരിക. ദൈവക്കൂട്ടായിരിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ്